കൃത്യമായിട്ടറിയാം ഈ കൊടകര കുഴൽപ്പണ കേസിൽ അതിൻ്റെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചാൽ കേരളത്തിലെ CPM-ഉം BJP-യും തമ്മിൽ സെറ്റിൽ ചെയ്താണ് കേസ്. കേരള പോലീസ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ CPM-കാർ പറയണം കേരള പോലീസ് കള്ളാ പറയുന്നത് പറയണം. പിണറായി വിജയനെയും നമുക്കറിയാം CPM-ന്റെ സകല നേതാക്കന്മാരെയും ED വേട്ടയാടുന്നു, പിണറായിയുടെ മോളെ ED പൊക്കിക്കൊണ്ടുപോകാൻ വരുന്നു ഒക്കെ പറഞ്ഞ് എന്തോ ഒരു ബഹളമായിരുന്നു. വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇസ്ലാം പ്രീണനം നടത്തിയിരുന്നത്. വോട്ട് ബാങ്കിന്റെ അപ്പുറത്തേക്ക് പുള്ളിക്ക് മകളെ സംരക്ഷിച്ചേ പറ്റൂ. ആം ആദ്മി പ്രസിഡന്റിനോട് കോടതി പോയി കൺസ്യൂമറായിട്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ ഒരു 500 കമൻറ്റ് വന്നു. കമൻറ്റ് മൊത്തം KSPക്ക് എതിരാണ്. കമ്മീഷൻ അടിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണ് പുറത്തുനിന്ന് ഈ വൈദ്യുതി വാങ്ങിക്കുന്നത്. നമസ്കാരം. ആം ആദ്മി പാർട്ടി കേരള ഘടകം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസനുമായുള്ള ഷൂട്ടർ സൈറ്റിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. വിനോദേ, നമ്മൾ 1ാം എപ്പിസോഡിൽ ആം ആദ്മിയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു പോയി. 2ാം എപ്പിസോഡിൽ നിങ്ങൾ പല വിഷയങ്ങളും വ്യത്യസ്തമായി ഇടപെടാറുണ്ട്. അതിലൊന്ന് ഞാൻ ശ്രദ്ധിച്ചത്, അത് എത്രമാത്രം ഫലപ്രദമായത് 2ാമത്തെ കാര്യം, ഒന്ന് കൊടകര കുഴൽപ്പണ കേസിൽ നിങ്ങൾ കേസ് നടത്തി വെച്ചു. മാത്രമല്ല ഇപ്പം വീണ്ടും ഒരു കള്ളപ്പണ വിവാദം കത്തി നിൽക്കുകയാണ് പാലക്കാട് ഒരു ട്രോളി ബാഗിൽ. ഇത് വലിയൊരു വിഷയമാണ്. കാരണം എനിക്ക് തോന്നുന്നു ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ഒക്കെ ജയിലിൽ പോകേണ്ട സാഹചര്യം, എൻ്റെ ഒരു വിലയിരുത്തൽ, ഈ നമുക്കൊരു മണ്ഡലത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പണത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിലവാക്കിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും കള്ളപ്പണമുണ്ട്. അപ്പം നമുക്ക് ഈ കള്ളപ്പണത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പാലക്കാട് തുടങ്ങാം. എന്താണ് ആ പാലക്കാട് വിഷയത്തിൽ? അല്ല, പാലക്കാട് വിഷയത്തിൽ അതിൻ്റെ രാഷ്ട്രീയം ആരോപണങ്ങൾ എന്തുമാവട്ടെ, പക്ഷെ ഞാനതിൽ കാണുന്ന മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത്, കോൺഗ്രസ് പറയുന്നു ഞങ്ങളുടെ കള്ളപ്പണമല്ല, CPM പറയുന്നു, BJP കൂടെ ചേർന്നിട്ട് പറയുന്നു കോൺഗ്രസ് കള്ളപ്പണം കൊണ്ടുപോകും. എൻ്റെ ഒരു ചോദ്യം കോൺഗ്രസിലെ പ്രവർത്തകരോടും CPM-കാരോടും BJP-കാരോടുമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ഷന് ചിലവാക്കുന്ന പൂർണ്ണ തുക പുറത്തുവിടാൻ പറ്റുമോ? എനിക്കറിയാം, കാരണം ഈ ഇടയ്ക്ക് ഞാനതിൻ്റെ എക്സാക്റ്റ് എമൗണ്ട് ഓർക്കുന്നില്ല. NK പ്രേമേന്ദ്രൻ കൊല്ലത്ത് MP ആയി മത്സരം ജയിച്ചു. 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെലവ് കണക്കുകൾ മനോരമ പബ്ലിഷ് ചെയ്തു. ഏതാണ്ട് 18-20 ലക്ഷം രൂപയെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ പഞ്ചായത്തിലെ പോസ്റ്റ് എണ്ണി നോക്കിയാൽ NK പ്രേമേന്ദ്രൻ ഞാൻ താമസിക്കുന്ന ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ അടിച്ച പോസ്റ്റ് എണ്ണി നോക്കിയാൽ എത്ര അടിയിൽ എന്താ എഴുതുന്നത്? 10,000 പോസ്റ്ററാണെന്ന് അടിച്ചിറക്കുന്നത്. എത്ര ഫ്ലെക്സ്? ഈ ഫ്ലെക്സ് എണ്ണിയാൽ മതി. പിന്നെ ഇതിൻ്റെ പുറത്ത് വരുന്ന മനുഷ്യർ കൊടുക്കുന്ന ഫണ്ട്, പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നത് നമുക്കറിയാമല്ലോ. ഓരോ ബൂത്തിലും കള്ള് വരെ കൊണ്ട് കൊടുക്കുന്നത്. അപ്പം ഇത് മൊത്തം കള്ളപ്പണ പരിപാടിയാണ്. അതുകൊണ്ട് ഇവർ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു ലോക്സഭാ സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഒരു 8 കോടി രൂപ മുടക്കേണ്ടി വരും. നിയമസഭയിലാണെങ്കിൽ മിനിമം 5 കോടി ഇല്ലാതെ അനങ്ങാൻ പറ്റത്തില്ല. അത് ഭയങ്കര ഇതല്ലേ. ഇപ്പം ജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യുന്ന പോലെയാണ്. മോഹൻലാലിനെ മമ്മൂട്ടി ചിന്ത ഇപ്പോൾ സിനിമ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ പണം കിട്ടും, പ്രീ റിലീസ് പണം കിട്ടും, അതായത് സാറ്റലൈറ്റ് അത് ഇത് പ്രൈസ് ആയിട്ട്. അതുപോലെയാണ് കോൺഗ്രസും CPM-യോട് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ജയസാധ്യത കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണെങ്കിൽ അപ്പോഴേ ഇയാൾ MLA കഴിയുമ്പോൾ സ്വാധീനിക്കുന്നതിനാവശ്യമായ ഫണ്ട് കൊടുത്ത് സ്പോൺസർ ചെയ്യുകയാണ്. അല്ല, ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ വിവാദത്തിനൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇരുന്നു വീട് വാങ്ങിച്ചു. ഞാൻ 15 വർഷം വീട് വാങ്ങിച്ചു എന്നാ വീട് വാങ്ങിച്ചു എന്നല്ലേ പാലക്കാടത്തെ വീട് വാങ്ങിച്ചു എന്ന വാർത്തയെ ഞാൻ ശ്രദ്ധിച്ചു. അതായത് പാലക്കാട് വീട് ഇനി ഇവിടെ താമസമാണ്, വീട് വാങ്ങിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലുകാച്ചാണോ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വീട് വാങ്ങിച്ചു, അതിൻ്റെ ഹൗസ് വാമിങ് ഒക്കെയാണ്, സ്ഥിര താമസം ഇവിടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ പോട്ടെ. 15 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. ഓരോ ദിവസവും സാമ്പത്തിക ബാധ്യത നമുക്കുണ്ട്. ഇവർക്കൊക്കെ എന്താ, ഈ പറഞ്ഞ മനുഷ്യർക്കൊക്കെ എന്താണ് തൊഴിലെന്ന്, വരുമാനം എന്താണ്? അപ്പം ഇവരുടെ യാത്ര, ഇവരുടെ ഭക്ഷണം, ഇതെല്ലാം സ്പോൺസർഷിപ്പാണ്. ഇഷ്ടംപോലെ പൈസ. ഞാൻ കണ്ടതാണ് കേരളത്തിലെ ഒരു വലിയ നേതാവ് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 2 സെറ്റ് ഡ്രസ്സ്, ലിനൻ ഷർട്ടും മുണ്ടും ഒരു സ്ഥലത്തു നിന്ന് ഒരാൾ കൊണ്ടുവന്ന് ബാഗിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരു വലിയ ലിനൻ ക്ലബ്ബ് നടത്തുന്ന ക്ലബ്ബ് വസ്ത്ര വ്യാപാരിയാണ്. ഒരു പൈസ ചിലവില്ല. ഞാൻ കൃത്യമായിട്ട് പുതുപ്പള്ളി അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ മത്സരിച്ചായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചാണ്ടിയൂരിൽ മത്സരിച്ച ലൂക്ക് തോമസ് പറഞ്ഞ ഒരാൾ മത്സരിച്ചു. ഞങ്ങൾ ചിലവാക്കിയ തുക കോട്ടയം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജോയി തോമസ് ആനിത്തോട്ടത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും ഞങ്ങൾ എത്ര രൂപ ചിലവാക്കി എന്ന് പറയും. ഞാൻ ആം ആദ്മിക്കാരുടെ ഏറ്റവും നല്ല മനുഷ്യനാകട്ടോ ജോയി തോമസ് ആനിത്തോട്ട് പറഞ്ഞു പറയുക. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറയും. കാര്യം വേറൊന്നും കൊണ്ടല്ല, വരുന്ന പണം എത്ര രൂപയാണെന്ന് കേരളത്തിൽ, കാരണം
പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ ഫണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാളാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇവർ പറഞ്ഞാൽ മതി ഈ ഇലക്ഷൻ ഞങ്ങൾ ഇത്ര രൂപ ചിലവാക്കിയത്, നമുക്കറിയാലോ. അപ്പോൾ ഇത് ആരെയാണ് കണ്ണിൽ പൊടിയിടുക? അതുകൊണ്ട് ഞാൻ കുഴൽപ്പണത്തിൻ്റെ ആംഗിൾ അങ്ങനെയാണ്. ഇവരെല്ലാം കുറേ നാളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ഫണ്ടാണ്, അൺഅക്കൗണ്ടഡ് മണിയാണ്. ആരാണ് കൊടുക്കുന്നതിന് സോഴ്സ് ഇല്ല. ഇവരുടെയൊക്കെ വരുമാനം നമുക്ക് അത് പറയുമ്പോൾ കൊടകര കുഴൽപ്പണ കേസ് പറയാതിരിക്കാൻ പറ്റുമോ? വ്യക്തിപരമായി തന്നെ പറയാം. എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂടെ ലോ കോളേജിൽ പഠിച്ച എൻ്റെ സുഹൃത്താണ് BJPയുടെ ജില്ലാ പ്രസിഡന്റായ ശ്രീ KK അനീഷ് കുമാർ, ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ്. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിരുന്നു, ഞങ്ങൾ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ ഉല്ലാസ് ബാബു എൻ്റെ അടുത്ത സുഹൃത്താണ്, ഹരി എൻ്റെ സുഹൃത്ത്, ഞങ്ങളെല്ലാം ലോ കോളേജിൽ പഠിച്ചവരാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരാരും കള്ളന്മാരോ കൊള്ളക്കാരോ എന്നല്ല ഞാൻ പറയുന്നത്. വരുമാന മാർഗം എന്ന് പറയുന്നത് വലിയൊരു വിഷയമല്ലേ, വരുമാന മാർഗം. അപ്പം നമ്മൾ കാണിക്കേണ്ട ഒരു മാതൃക എന്താണ്? നമ്മൾ കാണിക്കേണ്ട, അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി പുട്ടടിക്കാനുള്ളതല്ല. അതിൽ നിന്നാണ് ഈ കള്ളപ്പണം പരിപാടിയെല്ലാം ഉണ്ടാകുന്നത്. കൃത്യമായിട്ടറിയാം, ഈ കൊടകര കുഴൽപ്പണ കേസിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചാൽ കേരളത്തിലെ CPM-ഉം BJP-യും തമ്മിൽ സെറ്റിൽ ചെയ്താണ് കേസ്. ഒരു സംശയവുമില്ല, മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും CPM നേതൃത്വം പറ്റിച്ചുകൊണ്ടിരിക്കുക. അതായത് BJP-ക്കെതിരെ RSS വിരുദ്ധ ക്യാമ്പയിൻ, ജനദ്രോഹ സർക്കാരിനെതിരെ ക്യാമ്പയിൻ, ഒന്നുമല്ല. ഇവർ തമ്മിൽ ഫുൾ സെറ്റിൽമെന്റ് ആണ്. അതെങ്ങനെ തറപ്പിച്ച് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ആ കേസ് തന്നെ നമുക്കൊന്ന് പരിശോധിച്ചാൽ കേസിന്റെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ ഞാൻ പഠിച്ച ഒരാളാണ്. അതിന്റെ ചാർജ് ഷീറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ 3/4/2021 രാത്രിയിലാണ് കൊടകരയിൽ വെച്ച് ഒരു ആക്സിഡന്റ് സംഭവിക്കും. അപ്പോൾ അന്ന് പിറ്റേ ദിവസം ബ്രേക്കിംഗ് ന്യൂസ് വന്നു, കൊടകരയിൽ വെച്ച് ആക്സിഡന്റ് സംഭവിച്ചു, പണം അടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിൽ പരാതി കൊടുക്കുന്നത്. 4 ദിവസത്തെ വരെ ഒരു പരാതിയില്ല. 4 ദിവസം കഴിയുകൊണ്ടുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷംജീർ എന്ന് പറയുന്ന ഒരു കാർ ഡ്രൈവറാണ് പരാതി കൊടുക്കുന്നത്. അയാൾ പറയുകയാണ്, കോഴിക്കോട് നിന്നും സുനിൽ D നായിക് എന്ന് പറയുന്ന ഒരാൾ എൻ്റെ കയ്യിൽ വസ്തു സംബന്ധമായി കോഴിക്കോടുള്ള ധർമ്മരാജന് കൊടുക്കാൻ വേണ്ടി, എറണാകുളത്തിൽ ധർമ്മരാജന് കൊടുക്കാൻ വേണ്ടി തന്ന 25 ലക്ഷം രൂപ എൻ്റെ എർട്ടിക കാറിൽ നിന്നും അക്രമികൾ അടിച്ചുകൊണ്ട് പോയി. ഇതാണ് FIS ആദ്യം കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലീസ്. അത് കഴിഞ്ഞിട്ട് പോലീസ് കേസ് അന്വേഷിക്കുന്നു, പ്രതികളെ പിടിക്കുന്നു, ഈ പലരെയും പിടിച്ച് റിമാൻഡ് ചെയ്യുന്നു. എല്ലാം കേസ് എന്താണ്? ഹൈവേ റോബറിക്ക് മാത്രമാണ്. അതായത് ഇപ്പം ഷാൻചേട്ടൻ പോകുന്ന സമയത്ത് അങ്ങയുടെ കയ്യിലുള്ള പൈസ അക്രമികൾ അടിച്ചുകൊണ്ട് പോയാൽ ഓൺ ദി സ്പോട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പോകത്തില്ലേ, സോഴ്സ് ഉള്ള പണമാണെങ്കിൽ. ഇത് ആ 4 ദിവസത്തേക്ക് പോലീസിൽ പരാതിയില്ലല്ലോ, അപ്പോൾ തന്നെ കള്ളം തുടങ്ങി. അത് കഴിഞ്ഞ് കേരള പോലീസ് കേസ് അന്വേഷിക്കുന്നു. കേസ് അന്വേഷിച്ചിട്ട് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഇരിങ്ങാലക്കുട കോടതിയിലാണ്. ആ കേസിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: 25 ലക്ഷം രൂപയല്ല, 3.5 കോടി രൂപയാണ്. ഈ 3.5 കോടി രൂപ എന്ന് പറയുന്നത് എൻ്റെ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ചാർജ് ഷീറ്റിൽ കേരള പോലീസ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ. ഒന്നുകിൽ CPM-കാർ പറയണം കേരള പോലീസ് കള്ളാ പറഞ്ഞെന്ന് പറയണം, ഇല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ഈ ചാർജിനെ CPM വകവെക്കുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ മറുപടി പറയണം. ചാർജിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 25 ലക്ഷം അല്ല, 3.5 കോടി രൂപയാണ്. ഈ 3.5 കോടി രൂപയും ബാംഗ്ലൂരിൽ നിന്നും BJP-യുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊണ്ടുവന്ന അനധികൃത പണമാണെന്നും ഈ അനധികൃത പണം ധർമ്മരാജൻ എന്ന പേരുള്ള ഹവാല ഏജന്റ് വഴി കൊണ്ടുവന്നാണെന്നും അദ്ദേഹത്തിന് നിരവധി ഹവാല ഇടപാടുകളുണ്ടെന്നും അദ്ദേഹവും ഈ കേസിലെ 7ാം സാക്ഷി BJP-യുടെ ഇപ്പോഴത്തെയും അന്നത്തെയും സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണെന്നും ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായരുടെ സമ്മതവും അറിവുമുണ്ടെന്നും കേരള പോലീസ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കൊടകരയിൽ ആക്സിഡന്റ് നടന്ന സമയം, ആക്സിഡന്റിന് ശേഷം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൊടകരയിൽ ആക്സിഡന്റ് സ്പോട്ടിലെത്തിയെന്നും ചാർജിൽ പറയുന്നുണ്ട്. സോ കണക്ഷൻ കൃത്യമാണ്. എന്നിട്ട് അവസാനം കേരള പോലീസ് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളല്ല ഇത് കൂടുതൽ അന്വേഷിക്കേണ്ടത്, ഇത് അന്വേഷിക്കേണ്ടത് ഇൻകം ടാക്സും എൻഫോഴ്സ്മെൻറ്റുമാണെന്ന് പറഞ്ഞാണ് അതിൻ്റെ റിപ്പോർട്ട് സഹിതമാണ് ഇൻകം ടാക്സിനും എൻഫോഴ്സ്മെൻറ്റിനും കൈമാറിയെന്നാണ് കേരള പോലീസിന് ചാർജ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അതിനുശേഷം 2021 ഇന്ത്യയിൽ പ്രതിപക്ഷ സഖ്യകക്ഷികളെ, പ്രത്യേകിച്ച് പിണറായി വിജയനെയും നമുക്കറിയാം CPM-ന്റെ സകല നേതാക്കന്മാരെയും ED വേട്ടയാടുന്നു, പിണറായിയുടെ മോളെ ED പൊക്കിക്കൊണ്ടുപോകാൻ വരുന്നു ഒക്കെ പറഞ്ഞ് എന്തോ ഒരു ബഹളമായിരുന്നു. ED-ക്കെതിരെ സമരമായിരുന്നു അല്ലേ? ഇന്ത്യ സഖ്യത്തിൽ ഇവർ ഡൽഹിയിൽ സമരം നടത്തിയിട്ടുണ്ട്. ആത്മാർത്ഥമായ സത്യസന്ധമായ സമരമായിരുന്നുവെങ്കിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രതിയാക്കാൻ കഴിയുന്ന ഈ കേസിൽ ഈ നിമിഷം വരെ DYFI-യോ CPM-ഓ ഒരു സമരമോ ഒരു പ്രതിഷേധ യോഗമോ സംഘടിപ്പിച്ചിട്ടുണ്ടോ? ജയശാമൻ ഇപ്പം വാർത്തയൊക്കെ വരുന്നുണ്ട്, ഭയങ്കര കുഴപ്പം. അത് വാർത്ത വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട് നിൽക്കുകയാണ്, ജനത്തിന് മനസ്സിലായി. ഇതാണ് ചോദ്യം, ഇവരെന്ത് നടപടിയെടുത്തു? അപ്പോഴാണ് ഞാൻ കേരള ഹൈക്കോടതി കേസ് കൊടുത്തത്.
കേരള ഹൈക്കോടതി എൻ്റെ കേസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ആം ആദ്മി പാർട്ടി മാത്രമാണ് ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതി ഇപ്പോൾ, വേറെ ആരും പോയിട്ടില്ല. കോൺഗ്രസും പോയിട്ടില്ല, CPM പോയിട്ടില്ല. അപ്പം ഞാൻ കൊണ്ട് കേസ് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ റിട്ട് പെറ്റീഷൻ എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളായിരുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞ രസമാണ്. അതായത് ഞാൻ ഈ ഇടയ്ക്ക് ചർച്ചയിലും പറഞ്ഞാണ്, എയും ബിയും ചേർന്ന് സിയെ കൊല്ലുന്നു. എയും ബിയും ചേർന്ന് സിയെ കൊല്ലുക. ഈ സിയുടെ ബോഡി എടുത്ത് എയും ബിയും കൂടെ ഒരു കാറിനകത്ത് ഒളിപ്പിക്കുന്നു. എന്നിട്ട് ഈ കാറുമായിട്ട് ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അറിയാത്ത ഡി വന്നിട്ട് ഈ എയുടെയും ബിയുടെയും കയ്യിൽ നിന്ന് കാർ അടിച്ചുകൊണ്ട് പോകും. അപ്പോഴും അവിടെ ഒരു മർഡർ തുടക്കത്തിൽ നടന്നിട്ടുണ്ട്, കൊലപാതകം. അത് എയും ബിയും ചെയ്ത ഒഫൻസ് മർഡറാണ്. ബോഡി അകത്തുണ്ട്, ഈ കാർ അടിച്ചുകൊണ്ട് പോകുന്നു. പോലീസ് കേസെടുത്തിരിക്കുന്നത് ആ കാർ അടിച്ചുകൊണ്ട് പോയതിന് മാത്രമാണ്. കൊലപാതകത്തിന് കേസെടുക്കണം, എയ്ക്കും ബിയുടെ കേസ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അൺഅക്കൗണ്ടഡ് മണി കൊടകരയിൽ വരെ വന്ന ഒരു വരവുണ്ട്, അതിനൊരു കേസ് വേണ്ടേ? വേണം. അവിടുന്ന് പൈസ അടിച്ചുകൊണ്ട് ഒരു കേസ് എടുത്തോളൂ, 395. അപ്പം ഇപ്പോഴും അതിനുശേഷം ഞാൻ അത്ഭുതപ്പെടുത്തിയത്, പിറ്റേ ദിവസം പത്രക്കാർ ഗോവിന്ദ മാഷിനോട് ചോദിച്ചു, മാഷേ എങ്ങനെയാണ് പുതിയ ഇൻഫർമേഷൻ വന്നല്ലോ, ഇവരുടെ തന്നെ ആളാണ് തിരൂർ സതീഷ് പറഞ്ഞിരിക്കുന്നത്, ഇത് കള്ളപ്പണമാണ്, ഞാൻ കണ്ടതാണ്, 6 കോടി രൂപ ഇവിടെ എൻ്റെ ചാക്കിനകത്ത് കെട്ടി എറിഞ്ഞു, അതിൽ നിന്ന് കുറേ പേര് അടിച്ചുകൊണ്ട് പോയി, ഒരാൾ കവറിനകത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേസെടുക്കുന്നില്ല. പുതിയ ഇൻഫർമേഷനാണ്, കോഗ്നിസബിൾ ഒഫൻസാണ്. കേരള പോലീസിന് പുതിയ FIR ഇടാം ഈ വിഷയത്തിൽ. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞ ഡയലോഗ്, അത് നിയമപരമായിട്ടൊന്നും ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആം ആദ്മി കോടതി ഇതേ ആവശ്യത്തിന് പോയതില്ല, തള്ളി, പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത്? സ്റ്റേറ്റ് ഭരിക്കുന്ന ആഭ്യന്തര കയ്യിലുള്ള പോലീസ് കയ്യിലുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, ആം ആദ്മി പോയി കേസ് തള്ളിയില്ലേ, ഇനി ഞങ്ങൾ പോകുന്നില്ല എന്ന്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഷാൻ ചേട്ടാ, അതായത് നക്സൽ വർഗീസിൻ്റെ കേസ് അറിയാമല്ലോ, 27 വർഷത്തിന് ശേഷം രാമേന്ദ്രൻ നായരുടെ ഒരു ഇൻഫർമേഷൻ വന്നതിന് പിന്നെ കേസ് ലക്ഷ്മണ അകത്ത് പോയത്, IG ലക്ഷ്മണ ശിക്ഷിക്കപ്പെട്ടത്. അപ്പോൾ കള്ളപ്പണമാണ് എന്ന് ഇനി തിരൂർ സതീശിന് മൊഴി മാറ്റാൻ പറ്റത്തില്ല. ഇനി തിരൂർ സതീശ് മൊഴി മാറ്റിയാൽ അദ്ദേഹം പ്രതിയാവും. അപ്പോൾ ഇത്തരം ഇൻഫർമേഷൻ ഈ നിമിഷം വരെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന, കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഒരു വാർത്ത വന്നു. എന്താണ്, മനോജ് എബ്രഹാമിനെ ഇതിൻ്റെ ചുമതല കൊടുത്തു, അന്വേഷണ ചുമതല, കൊടകര കുഴൽപ്പണ കേസ് പുനരന്വേഷിക്കുന്നത് മനോജ് എബ്രഹാം ചുമതല കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴും ഞാൻ ആ കേസിൻ്റെ പുറകെ പോകും, ഇനി ഞാൻ ആ കേസിൻ്റെ പുറകെ പോകും. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, തുടരന്വേഷണത്തിന് സെഷൻസ് കോടതി കൊണ്ടൊന്നും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ പറഞ്ഞവരൊക്കെ പ്രതിയാകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതിപ്പോൾ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഈ ഇലക്ഷൻ സമയത്തെ സ്റ്റണ്ട് മാത്രമായിട്ട് മാറത്തേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും ഇത് തണുക്കും. അപ്പം എന്താണ് നിങ്ങൾ ഹൈക്കോടതി സംഭവിച്ചത്? എന്താണ് അത് ഞാൻ പറയാം. ഹൈക്കോടതി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേസ് കൊടുത്തു, എൻഫോഴ്സ്മെൻറ്റ് കേസ് അന്വേഷിച്ചു, പ്രോപ്പർ അന്വേഷണം നടത്തണമെന്ന് കേസ് കൊടുത്തതിനകത്ത് ED ഫയൽ ചെയ്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, നിങ്ങൾ ആരന്വേഷിക്കണം? ഇൻകം ടാക്സോ EDയോ? ED PMLA ഒഫൻസ് ഉണ്ട് ഇതിനകത്ത്, PMLA ഒഫൻസ് ഉണ്ട്. അതിൽ ED പറഞ്ഞേക്കുന്ന ഏറ്റവും രസകരമായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അന്വേഷണം പ്രോപ്പറാണ്. ആണ്. എന്തന്വേഷണം? ആരെ അറസ്റ്റ് ചെയ്തു? പുതിയ, അതായത് അന്വേഷണം പ്രോപ്പർ. എന്തന്വേഷണം എന്ന് പറയണം? അന്വേഷണത്തിന്റെ നിലവിലെ പുരോഗതി കോടതിയിൽ അറിയിക്കണം. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ഈ കേസ് കൊടുത്ത സമയത്ത് കേരളത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ, പ്രോസിക്യൂട്ടർ കോടതിയിൽ എന്നെ എതിർത്തു. കേരളത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ. എൻ്റെ ആവശ്യം എന്താണ്? കേരള സർക്കാരിനെതിരെയല്ല. എൻ്റെ ആവശ്യം, ഈ കേസ് പ്രോപ്പർ അന്വേഷണം നടക്കണം, അന്വേഷണം വിലയിരുത്തണം, ആരെയൊക്കെ അറസ്റ്റ് ചെയ്തെന്ന് അറിയണം, എൻഫോഴ്സ്മെന്റ് കേസിട്ടുണ്ടെങ്കിൽ അന്വേഷണം പ്രോപ്പറായി കൊണ്ടുവന്ന് വിലയിരുത്തണം കോടതി. അതിന് ആദ്യം എതിർപ്പ് കാണിച്ചത് കേരളത്തിന്റെ സർക്കാരാണ്, സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. എന്തിനാണ്? മച്ചാനും ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഹർജി അനുവദിക്കുന്നത് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. അപ്പം ED പറഞ്ഞു വേണ്ട. ED പറഞ്ഞു വേണ്ട. ED പറഞ്ഞു ഞങ്ങളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. കോടതി തള്ളി. അവരുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ED അന്വേഷണം EDക്ക് ഒരു ECR എന്ന് പറഞ്ഞ സാധനമുണ്ട്. ECR എടുത്തിട്ടുണ്ട്, ഒരു ക്രൈം, അതിന് സ്പെഷ്യൽ, അതായത് കേരള പോലീസിന്റെ ചാർജിന്റെ അടിസ്ഥാനത്തിൽ ഒരു ECR എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു അറസ്റ്റും ഇല്ല, ഇതിന്റെ നാളിതുവരെയുള്ള അന്വേഷണവും ഇല്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേരള പോലീസിന്റെ ചാർജ് ഷീറ്റിനകത്ത് പ്രതികളും സാക്ഷികളും ഉണ്ട്. പ്രതികൾ ആരൊക്കെയാണ്? പ്രതികളെന്ന് പറയുന്നത് പണം തട്ടിക്കൊണ്ടുപോയ കുറേ പേരാണ്. സാക്ഷികൾ ആരൊക്കെയാണ്? 1-ാം സാക്ഷി, 2-ാം സാക്ഷി, 3-ാം സാക്ഷി, 7-ാം സാക്ഷി BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, സുരേന്ദ്രനാണ്. 8-ാം സാക്ഷി BJPയുടെ ഓഫീസ് സെക്രട്ടറിയാണ്. 9-ാം സാക്ഷി മറ്റൊരാളാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാമോ? ഈ കേസിലെ സാക്ഷികളും പ്രതികളും ചേർന്ന് ഈ പൈസ കൊണ്ടുവന്നു. ഇവരൊരു കൂട്ടുകച്ചവടമാണ്. കൊണ്ടുവന്ന സമയത്ത് 2 പേര് തീരുമാനിക്കുകയാണ്, അളിയാ ഈ പണം അടിച്ചുകൊണ്ട് പോവാം. കാര്യം എന്താ? സോഴ്സ് ഇല്ലാത്ത പണമാണ്. അവർ തന്നെ വന്ന് വേറെ വഴിക്കൂടെ വന്ന് ഈ പണം അടിച്ചുകൊണ്ട് പോയി. സംഭവം എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ എല്ലാം കൈ കാണും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പൈസ എല്ലാവർക്കും തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. പോയ പൈസ ഇവർക്കെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് പ്രഹസനമാണ്. അപ്പം ഈ രീതിയിലാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പൈസ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. പൈസ കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ അവരുടെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ആരോപണങ്ങളില്ലല്ലോ.
അപ്പോൾ ഇതുവരെ അപ്പോൾ ഇത് വലിയൊരു കൂട്ടുകൃഷിയുടെ തെളിവാണ്. 100% തെളിവ്. അല്ലെങ്കിൽ പറയണം കേരള പോലീസ് പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. കേരള പോലീസ് കേസ് അന്വേഷിച്ച മൊത്തം തെറ്റാണ്, ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയണം. അല്ല, അപ്പോൾ ഇത് തന്നെ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒത്തുതീർത്ത ഒരു പക്ഷേ മാസപ്പടി അടക്കമുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. സ്വാഭാവികം, മാസപ്പടി കേസുണ്ടായിരിക്കാം, പിന്നെ വീണയുടെ കേസുണ്ടായിരിക്കാം. നമുക്കറിയാലോ സുരേഷ് ഗോപി ജയിക്കാൻ ആവശ്യമായ സഹായം, നമ്മൾ ആരോപണങ്ങളാണല്ലോ, സഹായം ബി ജെ പിക്ക് തൃശ്ശൂർ കിട്ടിയ CPM-ൻ്റെ എന്നുള്ള കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഹിന്ദുവിന് പത്രത്തിൽ കൊണ്ടു കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ? അതായത് ഒരു എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രി അത് നാക്കുപിഴയാണെന്നോ ഒന്നുമല്ല, കൃത്യമായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് BJPക്ക് വളരാൻ ആവശ്യമായ വളമിട്ട് കൊടുക്കുന്ന നരേറ്റീവുകളാണ് അടുത്ത കാലത്തായി RSS ഭീകരതയ്ക്കെതിരെ പടപൊരുതി വന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് വ്യക്തമാണ്. ഇതൊക്കെ പാർട്ടിക്കാർക്കൊക്കെ അറിയാവുന്നേ, CPM പാർട്ടി പ്രവർത്തകർക്കും അതിൻ്റെ സംഘടനയ്ക്കുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ അവർക്ക് ചോദ്യം ചെയ്യാൻ ഭയമാണ്. അല്ല, പക്ഷേ ഇതുവരെ ഇവർക്കെതിരെ CPM-ന് പിണറായിക്കെതിരെ ഉണ്ടായിരുന്ന പ്രധാന ആരോപണം അദ്ദേഹം ഇസ്ലാമിക പ്രീണനം അമിതമായി നടത്തുന്നുള്ളതാണ്. അതെ, പൊടുന്നനെ അദ്ദേഹം RSS-ന്റെ BJP-യുടെ ആളായി മാറി. അതാ ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ. അല്ല, അപ്പം ഞാൻ ചോദിക്കേണ്ടത് അതും ഒരു വൈരുദ്ധ്യമില്ലേ? അല്ല, ആ വൈരുദ്ധ്യം എന്തിനു വേണ്ടി കൊണ്ടുവന്നുള്ളതാണ്. ഇസ്ലാമികൾക്കൊപ്പം നിൽക്കുക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ RSS-നെ സഹായിക്കുന്ന നരേറ്റീവ് വന്നത് എന്തിനു വേണ്ടി? അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇസ്ലാം പ്രീണനം നടത്തിയിരുന്നത്. വോട്ട് ബാങ്കിന്റെ അപ്പുറത്തേക്ക് പുള്ളിക്ക് മകളെ സംരക്ഷിച്ചേ പറ്റൂ. പുള്ളിക്ക് മനസ്സിലായി ഇസ്ലാം പ്രീണനം നടത്തിയത് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിലനിൽപ്പിന് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി RSS-ലേക്ക്. തീർച്ചയായിട്ടും RSS-ന് വളമിട്ട് കൊടുക്കുകയാണ് അവർ. കാരണം RSS വർഷങ്ങളായി പറയുന്ന നരേറ്റീവാണ് മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ഭീകര ജില്ലയാണ്, മുസ്ലിം പ്രശ്നമുള്ള ജില്ലയാണ് എന്ന് RSS നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായിട്ട്. ഈ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തും പറഞ്ഞു. അതെ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. അതായത് അദ്ദേഹത്തെ ഹിന്ദുവിന് കൊടുത്തത് മുസ്ലിം എക്സ്ട്രീമിസം മലപ്പുറത്തു നിന്നുള്ളൊരു ടേമാണ് കൊടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിതിൻ്റെ ആക്റ്റൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറത്തുള്ള മുഴുവൻ മുസ്ലിംസിനെയാണ് ഈ അമ്പ് എന്ന് കൊള്ളുക. ആരൊക്കെ എക്സ്ട്രീമിസം നടത്തി പേര് പറയണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡേറ്റ ഉണ്ടല്ലോ, കേരള പോലീസ് പ്രകാരം ഇത്ര ആളുകൾ ഇന്ന എക്സ്ട്രീമിസം നടത്തി. അല്ലെങ്കിൽ എക്സ്ട്രീമിസം എന്നുള്ള വാക്ക് തന്നെ, അതായത് തീവ്രവാദി എന്ന് ചുമ്മാ ഒരാളെ വിളിക്കാൻ പറ്റൂല. തീവ്രവാദി എന്ന് വിളിക്കണമെങ്കിൽ എക്സ്ട്രീമിസം നടത്തി, തീവ്രവാദ പ്രവർത്തനം നടത്തി, സ്പെഷ്യൽ കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ച് തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ ചുമ്മാ തീവ്രവാദി എന്നൊക്കെ കയറി വിളിക്കാം. അതും ഇപ്പം നമുക്ക് കവലയിൽ സംസാരിക്കുമ്പോൾ തീവ്രവാദി അവൻ തീവ്രവാദി എന്നൊക്കെ പറയാം. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഡേറ്റ കയ്യിലുള്ള പോലീസ് കയ്യിലുള്ള ഒരു മനുഷ്യന് അങ്ങനെ വിളിക്കാൻ പറ്റൂല. അപ്പോൾ അദ്ദേഹം പറയുന്നത് മുസ്ലിം എക്സ്ട്രീമിസം മലപ്പുറം ജില്ലയിൽ ഇത് സ്മഗ്ലിങ് മറ്റേതൊക്കെ നടക്കുന്നുണ്ടെന്നത് ചുമ്മാ പറയുകയാണ്. അത് എവിടെ കൊണ്ടോ കൊടുത്ത നാഷണൽ ന്യൂസ് പേപ്പറിനാണ് കൊടുത്തത്. അത് കേരളത്തിലല്ലല്ലോ അതിൻ്റെ ഇതുണ്ടാവുക. കാരണം പക്ഷേ കോൺഗ്രസും ലീഗും പോലും ഇത് വേണ്ടതുപോലെ എടുക്കുന്നില്ലല്ലോ. ഞാനതാ പറഞ്ഞത്. അതാണ് നമ്മുടെ സംശയങ്ങൾ. ഇവരെല്ലാം തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു. അതായത് ഈ കൊടുക്കലും വാങ്ങലുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും. ഇപ്പം ഇവരുടെ കൂട്ട് നിന്നോണ്ടിരുന്ന ആളാണ് അൻവർ, അറിയാമല്ലോ. അൻവർ വന്നിട്ട് പറഞ്ഞെന്താണ്? അൻവറിൻ്റെ അനുഭവം പറഞ്ഞേ, ഞങ്ങളെല്ലാം രാത്രി ഫോൺ ചെയ്യുമായിരുന്നു. അൻവർ വിളിക്കാതിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇവരെല്ലാം തമ്മിൽ വിളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് വന്നിട്ട് അയാൾ പറയുകയാണ്. അല്ല, എൻ്റെ കേസുണ്ടായപ്പം അൻവറിനെ പരസ്യമായി പിന്തുണച്ച ഒരാൾ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനായിരുന്നു. അൻവർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, BJPയുടെ പിന്തുണ എനിക്കുണ്ട് എന്ന് പോസ്റ്റ് ഇട്ടിരുന്നു. അല്ല, ഞാനതാ പറഞ്ഞത്. അൻവർ എന്നിട്ട് അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. അതായത് എനിക്ക് തോന്നുന്നു അങ്ങയുടെ അതിനുശേഷം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രാത്രികാലങ്ങളിൽ ഇവരെല്ലാം തമ്മിൽ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് പറയുക. അപ്പോൾ അതിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് അൻവർ, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അപ്പോൾ ഇതൊരു കൂട്ടുകച്ചവടം ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. അവർക്കിത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മൾ നല്ലത് കൊടുത്താലല്ലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എത്ര പേര് വോട്ട് ചെയ്യാൻ, കുറേ പേര് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇലക്ഷൻ തന്നെ, ഈ പാലക്കാട് ഇലക്ഷൻ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് CPM കാണിക്കുന്ന എന്തൊരു അഭംഗിയാണ് ആ വാക്കിന്. അത് മാന്യമായിട്ട് ആ വാക്കേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം വരെ ഒരു സുപ്രഭാതം വരെ സൈബർ ഇടത്തിൽ സരിൻ എന്തൊക്കെ അസഭ്യം പറഞ്ഞു വിട്ടിടുന്നത്. പെട്ടെന്നൊരു ദിവസം സ്ഥാനാർത്ഥിയാക്കുക, എന്നിട്ട് ഡോക്ടർ സരിൻ ബ്രോ. സരിനും ഞാനും തമ്മിൽ സാമാന്യം തരക്കേട്ടില്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു. പെട്ടെന്നാണല്ലോ സരിൻ പൊട്ടിത്തെറിച്ച് രംഗത്തിറങ്ങുന്നത്. അപ്പം ഞാനൊന്ന് ഉപദേശിച്ചേക്കാന്ന് ഓർത്തിട്ട് 2 പ്രാവശ്യം വിളിച്ച് ഫോൺ എടുത്തില്ല. മറ്റാരും ഒടുവിലെടുത്തിട്ട് എന്നോട് പറഞ്ഞു, സരിൻ പറഞ്ഞ് എനിക്ക് കേൾക്കാം, 11 മണിക്ക് പത്രസമ്മേളനം ഉണ്ട്, അത് കേൾക്കൂന്ന് എന്നോട് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടോളാൻ എന്നുവെച്ചാൽ തീരുമാനിച്ചല്ലോ. അന്ന് 11 മണിക്ക് ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പൊട്ടത്തരം കാണിക്കരുത്, നിങ്ങൾ ചാടാൻ പോകുന്ന ഒരു മുങ്ങാൻ പോകുന്ന കപ്പലിലേക്കാണ്
നിങ്ങൾ രാഷ്ട്രീയം നിർത്തിയിട്ട് ഡോക്ടർ പണിക്ക് പോയാലും അതെ, കുഴപ്പമില്ല, അതെ. CPM പോകരുത് പറയാൻ. പക്ഷേ ഇത് പറയാനായിട്ട് അത് ഫോൺ എടുക്കണ്ടേ? അതെ അതെ കാരണം നേരത്തെ തീരുമാനിച്ചതാ. അതെ അതെ തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ അവർക്ക് മാറ്റാൻ പറ്റത്തില്ല. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതേ, ഞാനത് പറയേണ്ട ആളല്ല, എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ സരിനേക്കാളും കൂടുതൽ സാധ്യത ഈ രാഹുൽ മാങ്കൂട്ടോ അല്ലെങ്കിൽ അവിടെ VT ബൽറാമിനുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലാണ് സാധ്യത. അല്ല, രാഹുൽ മാങ്കൂട്ടോ അല്ലെങ്കിൽ പാലക്കാട്. പക്ഷേ ബൽറാമിന് ഒരു പ്രോബ്ലം, VT ബൽറാമിന് ഹിന്ദു വോട്ട് കിട്ടത്തില്ല. പുള്ളി ഒരു ഈ വോക്കിസ്റ്റാണ്. മനസ്സിലായി. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ കോൺഗ്രസിന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി രാഹുലാണ്. അതുകൊണ്ടാണ് രാഹുൽ, സത്യം പറഞ്ഞ രാഹുലിന് 6 മുളയിടത്തോളം മത്സരിക്കാനാണ് താല്പര്യം. അയാളുടെ അയാളുടെ വീട് എവിടെയാണ്. പക്ഷെ ഇവർക്ക്, എനിക്ക് കോൺഗ്രസോട് ഇത്തവണ മതിപ്പ് തോന്നിയത് അവർ വിജയസാധ്യത മാത്രമേ പരിഗണിച്ചുള്ളൂ. അവർക്ക് പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അയാൾ തന്നെയായിരുന്നു. എൻ്റെ ഒരു പ്രതീക്ഷ ഈ BJPയിലെ പ്രശ്നം കൂടി പരിഗണിക്കുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ജയിക്കും. നല്ല സ്ഥാനാർത്ഥിയാണ്, അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണ് രാഹുൽ. നമുക്ക് ആം ആദ്മിയായിട്ട് ബന്ധപ്പെട്ട് വിനോദ് എടുത്തിട്ടുള്ള 1-2 വിഷയം കൊണ്ടുണ്ട്. ഒന്നാമത്തേത് KSEB. എനിക്ക് ആം ആദ്മിയോട് താല്പര്യം തോന്നിയ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അതുപോലെ പിന്തുണച്ചു. KSEBയുടെ ഒരു എന്താ പറയുക വിക്റ്റിമാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ ആം ആദ്മി വിനോദ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പാണ് കോവിഡിൻ്റെ തുടക്കം. ഈ കോവിഡ് ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് മീറ്റർ റീഡിങ് വന്നില്ല. മീറ്റർ റീഡിങ്ങിന് വരാതിരുന്നിട്ട് 2 മാസത്തേക്കാണല്ലോ സബ്സിഡി ബില്ല് വരുന്നത്. ഇവർ 2 മാസത്തെ ബില്ലിങ് ആർക്കും വന്നില്ല. കാരണം ഇവർ കണ്ടിന്യൂസ് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പലർക്കും 3 മാസം, ചിലർക്ക് 4 മാസമൊക്കെ ആയിപ്പോയി ബില്ലിങ് വരാനായിട്ട്. അപ്പോൾ ഇവരുടെ സബ്സിഡി നഷ്ടപ്പെട്ടു പോയി. കാരണം ഒരുമിച്ച് മീറ്റർ റീഡ് ചെയ്തു, 3 മാസം അല്ലെങ്കിൽ 3.5 മാസത്തെയോ ബില്ലടിച്ചപ്പം ഈ 200 യൂണിറ്റ് കടന്നുപോയി. അപ്പോൾ കംപ്ലീറ്റ് വേണ്ട സബ്സിഡി പോയി. ഇത് എൻ്റെ അടുത്ത് ഒരാൾ പരാതിയായിട്ട് വന്നു. ഞാനത് പരിശോധിച്ചൊക്കെ നമ്മുടെ കോമൺ സെൻസിന് പിടി കിട്ടും. ഇത് 2 മാസത്തെ എടുത്താൽ അവന് സബ്സിഡി ഉണ്ട്, പിന്നെ അടുത്ത 2 മാസത്തേക്ക് വന്ന സബ്സിഡി ഉണ്ട്. ഞാനിത് ക്യാമ്പയിൻ പോലെ വാർത്ത കൊടുത്തു. ഞാൻ വാർത്ത കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്തു, എനിക്കെതിരെ കുറേ യൂട്യൂബർമാരെ കൊണ്ടുവന്ന് അവരുടെ തന്നെ KSEBിയുടെ ഔദ്യോഗിക പേജിൽ എനിക്കെതിരെ കുറേ വീഡിയോകളും എന്നെ പരിഹസിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വാശിയായി. ഞാനിതിന് പുറകെ പോയി. ഞാനിത് ക്യാമ്പയിനായിട്ട് ഏറ്റെടുത്തു. പതിയെ മനോരമ അത് പിടിച്ചു, എല്ലാവരും പിടിച്ചു. അവസാനം ഏതാണ്ട് 350 കോടി രൂപ KSEBിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം ഇത് കറക്റ്റായിട്ട് ഇത് പോയി എന്നുള്ള കാര്യം. ഇവർക്ക് എന്നോട് വിരോധമായി. ഇവരെന്താ ചെയ്തത് വെച്ചാൽ സുപ്രഭാതം ഇവിടെ പരിശോധിക്കാൻ വന്നു. ഇവിടെ പരിശോധിച്ചിട്ട് അവർ തന്നെ പരിശോധിച്ചിട്ട് ഇത് മാധ്യമ സ്ഥാപനമാണെന്ന് പറഞ്ഞ് നമുക്കൊരു കാറ്റഗറി നിശ്ചയിച്ച് പോയതാണ്. കൃത്യമായിട്ട് കൊമേഴ്ഷ്യലാണ്, മാധ്യമ സ്ഥാപനത്തെ കാറ്റഗറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരോട് ഒരു പ്രസ്സില്ല, അതൊന്നും മാധ്യമ സ്ഥാപനമല്ല എന്ന് നിശ്ചയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ നിങ്ങൾ നിഗമനത്തിൽ ഞാൻ തരാം, പക്ഷെ പോരാ, കഴിഞ്ഞ കുറേ കാലത്തെ എപ്പോഴേ എനിക്ക് 4-5 ലക്ഷം രൂപ അടയ്ക്കണം. ഞാൻ പറഞ്ഞു ഞാനല്ലല്ലോ, ഇവിടെ എനിക്ക് ഒരിക്കലും പ്രസ് ഉണ്ടായിരുന്നില്ല. നിങ്ങളിവിടെ വന്നപ്പോൾ പ്രസ് ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലായി. ഇവിടെ എനിക്ക് പ്രസ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് പരിശോധിച്ചിട്ട് മീഡിയ ആയിട്ട് ഇരിക്കുന്നത് എന്നത് മീഡിയയാണ്. അപ്പോൾ നിങ്ങൾ ഞാനല്ല ഉത്തരവാദി, ആരാണോ പരിശോധിച്ച് അവരുടെ ഉത്തരവാദി? ഇല്ല, എനിക്ക് എത്ര 4-5 ലക്ഷം രൂപ പിഴ. ഞാൻ അടയ്ക്കത്തില്ല, ഞാൻ ഇനി വേണമെങ്കിൽ തരാം, പുതിയ ബില്ല് നിങ്ങൾ തരും. അവിടെയും വേറെ പ്രശ്നങ്ങളുണ്ടായി. ഇത് ചാനലാണെന്നും പറഞ്ഞ് അവർ കേബിൾ ചാനലിൻ്റെ കാറ്റഗറിയിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞത് ചാനലല്ല, ചാനൽ വേണമെങ്കിൽ ഒന്ന് ലൈസൻസ് വേണം, സാറ്റലൈറ്റ് ലൈസൻസ്. ഇനി സാറ്റലൈറ്റ് ലൈസൻസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളിത് എത്തപ്പെടേണ്ടത് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഒരു സ്ഥാപനം. കാരണം ഇവിടെ ഉള്ളത് കമ്പ്യൂട്ടർ മാത്രമാണ്. കമ്പ്യൂട്ടറിലാണ് നമ്മൾ വാർത്ത അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ കാറ്റഗറി ഏതാണ്, ഞാൻ കാറ്റഗറിയുടെ പേര് പറഞ്ഞു, അതിലേക്ക് ഇട്ടു. അത് ഈ പറയുന്ന മീഡിയയേക്കാൾ അല്പം കൂടെ മുകളിലാണ്, പക്ഷേ ചാനലിൻ്റെ അത്ര അല്ല. അതല്ലേ ന്യായം? ഔദ്യോഗിക ചാനലിൻ്റെ അത്ര അല്ല, ഔദ്യോഗിക ചാനൽ വളരെ കൂടുതലാണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിതമാണ്, കുറച്ചുകൂടെ മുകളിലുള്ളൂ. ഞാൻ അത് കൊടുക്കാൻ തയ്യാറാണ്, ഇവർ സമ്മതിക്കത്തില്ല. ഞാൻ ഈ കൊട്ടാരക്കര ഇവരുടെ എന്തോ ഒരു സാധനമുണ്ട്, വൈദ്യുതി ഭവൻ അല്ല, കൊട്ടാരക്കര ഓംബുഡ്സ്മാൻ അല്ല, അതിൻ്റെ താഴെ ഇവർ കൺസ്യൂമറിന് പരാതി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ ഫയൽ ചെയ്തു. അവർ ഈ രാഷ്ട്രീയക്കാരാ, ആരാണ്ടിലാണ്. അവരിതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് എൻ്റെ പിഴ എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ തുടരാൻ സമ്മതിച്ചു, പക്ഷേ പിഴ കുറച്ച് തന്നു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, തുടരാൻ സമ്മതിച്ചു. ഞാൻ ഓംബുഡ്സ്മാനിൽ പോയി. ഓംബുഡ്സ്മാൻ ഇവിടെ പരിശോധിക്കാൻ വന്നു. പരിശോധിച്ച് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഓംബുഡ്സ്മാൻ എൻ്റെ വാദം അംഗീകരിച്ചു. ഇത് കമ്പ്യൂട്ടർ അധിഷ്ഠിത സ്ഥാനത്തേക്ക് മാറ്റുക, ഇതുവരെയുള്ള കംപ്ലീറ്റ് പിഴയും റദ്ദാക്കുക, ഇനി മുതൽ കമ്പ്യൂട്ടറിൻ്റെ സ്ഥാനത്തിൽ കൊടുക്കുക എന്ന് ഓംബുഡ്സ്മാൻ തീരുമാനമുണ്ടായി. അപ്പം ഞാൻ വിജയിച്ചു. പക്ഷേ ഇവർ ചെയ്ത പണി എന്താണെന്നറിയാമോ? ഇവർ റെഗുലേറ്ററി കമ്മീഷന് കത്തയച്ചു. റെഗുലേറ്ററി കമ്മീഷൻ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടി പെട്ടെന്ന് ഉൾപ്പെടുത്തിയിട്ട് ഉയർന്ന ഒരു താരിഫിലേക്ക് മാറ്റി. ഈ ഓൺലൈൻ മീഡിയ എന്നുള്ള വിഭാഗം അവർ ഇതായിട്ടങ്ങ് ആഡ് ചെയ്തു. പക്ഷേ എൻ്റെ പിഴ ഒഴിവാക്കി കിട്ടി. അതുവരെയുള്ള എൻ്റെ അമിതമായി ഞാൻ കുറേ അടച്ചല്ലോ, ഈ ബില്ല് മുതൽ അതെല്ലാം തിരിച്ചു തന്നു. പക്ഷേ
ഈ ഉത്തരവിറങ്ങിയ പിറ്റേ ദിവസം മുതൽ എൻ്റേത് ഹയർ റാങ്കിലായി, ഓൺലൈൻ മാധ്യമങ്ങൾക്കെല്ലാം ഇതിന് കീഴിലായി. ഇതാണ് ഇവർ ചെയ്യുന്ന പണി. അത് മാത്രമല്ല, എൻ്റെ അടുത്ത് വന്ന നിരവധി പേര് ഇതുപോലെ ഫൈറ്റ് ചെയ്തിട്ട് ഓംബുഡ്സ്മാൻ്റെ അനുകൂല വിധി മേടിക്കുമ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈക്കോടതി സ്റ്റേ മേടിച്ചിടും. അതെ 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 അതാ ചെയ്യുന്നത്. അപ്പം എൻ്റേത് ഭാഗ്യത്തിന് അത് ചെയ്തില്ല. ചെയ്യാതിരിക്കാൻ കാരണം ഇത് മറ്റേ റെഗുലേറ്ററി കമ്മീഷൻ സഹായം ചെയ്തുകൊണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ രണ്ടാമതാണ്. അത് ആദ്യം ചെയ്യാതിരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, KSEBയുടെ ചെയർമാനെ ഞാൻ ലീഗലി ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞാണ്. പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓംബുഡ്സ്മാൻ്റെ വിധിയെക്കുറിച്ച് നിയമോപദേശം തേടാനായിട്ട് വെച്ചു. അവർ ഡിജിറ്റൽ സർവകലാശാല VC അയച്ചു. അപ്പോൾ ഡിജിറ്റൽ സർവകലാശാല VCയുടെ റിപ്പോർട്ട് എനിക്ക് അനുകൂലമായിരുന്നു. ഇത് കമ്പ്യൂട്ടർ അധിഷ്ഠിത സ്ഥാപനമാണ്, ഇത് കേബിൾ അല്ല. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് KSEB അതങ്ങ് ക്ലോസ് ചെയ്തിട്ടാണ് ഇവർ പിന്നെ അടുത്ത വക്രബുദ്ധി എന്ന നിലയിൽ റെഗുലേറ്ററി കമ്മീഷൻ പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള KSEBയുടെ കൊള്ള ഞാൻ അന്ന് മുതലാണ് ഞാൻ KSEB പലരോട് ചോദിക്കും എനിക്ക് എന്താ പ്രശ്നം. അന്ന് മുതലാണ് KSEB ഞാൻ പരിശോധിക്കുന്നത്. ഇവർ എല്ലാ അർത്ഥത്തിലും, അതായത് നമ്മളോട് ഈ മീറ്ററിന് വാടക മേടിക്കുന്നത്, നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് അധിക പ്രസംഗം, ചാർജുകളെ, സർചാർജുകളെ, ഇതെല്ലാം ഇവർ കൊണ്ടുപോകുന്നത് ഇവരുടെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനാണ്. മാത്രമല്ല KSEBയിലെ നമുക്ക് ചില ബന്ധങ്ങളുണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ മാറി വരുന്ന മാനേജ്മെൻറ്റ് നമുക്ക് അത്യാവശ്യം സ്വാധീനം ഉണ്ടായിരുന്നുകൊണ്ട് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഭവം ഈ ചതി മുഴുവൻ കാണിക്കുന്നു. സാധാരണ ഫീൽഡിലുള്ള സാധാരണ മനുഷ്യരല്ല. അവർ എന്നോട് ഓവർസിയർമാരൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ശമ്പളത്തിൽ കുറച്ചാലും കുഴപ്പമില്ല, KSEB നിന്നാൽ മതി. പക്ഷേ ഓഫീസേഴ്സ് അസോസിയേഷൻ ആ ഒരു ഭീകരത. അപ്പം ആ പോരാട്ടത്തിൽ ഞാൻ അംഗീകരിക്കുകയും ഇപ്പം നിങ്ങൾ നടത്തുന്ന പോരാട്ടം, ഈ റെഗുലേറ്ററി കമ്മീഷൻ നമ്മുടെ പോരാട്ടത്തിൽ ഒന്ന് പറഞ്ഞു അതെന്താണ്, എങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലം? പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം ഈ റെഗുലേറ്ററി കമ്മീഷൻ വർക്ക് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടായിട്ടാണ്. ഇലക്ട്രിസിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കമ്മീഷൻ വന്നത്. ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, ജുഡീഷ്യൽ ബോഡിയല്ല, ക്വാസി ജുഡീഷ്യലാണ്. അപ്പം റെഗുലേറ്ററി കമ്മീഷൻ ജനങ്ങൾക്ക്, ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഈ റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട് എന്ന് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞു, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് തന്നെ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ കോഴിക്കോടുള്ള ഹിയറിങ്ങിന് പങ്കെടുത്തായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു സർക്കാർ തീരുമാനം എടുക്കാമോ തീരുമാനത്തിന് മുൻപായിട്ട് ഇത് പറ്റത്തില്ല എന്ന് എനിക്ക് പറയാൻ അവസരം കിട്ടിയത്. അപ്പോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമാണ് റെഗുലേറ്ററി കമ്മീഷൻ. ഇവർ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളയമ്പലത്തെ ഓഫീസുണ്ട്, അവിടെ ഭയങ്കര സുഖവാസ പരിപാടിയാണ്. 3 പേരാണ് ചെയർമാൻ. ഞാൻ അവരെ പേഴ്സണൽ കുറ്റം പറയില്ല, പക്ഷേ ഇവർ 3 പേരും വരും. രാവിലെ 11 മണിക്ക് സിറ്റിംഗ്, എല്ലാ ദിവസവും സിറ്റിംഗ് ഉണ്ട്. അവരുടെ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും. ഈ മാസം സിറ്റിംഗ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. KSEB പെറ്റീഷണറായിട്ട് കേസുകളുണ്ട്, ശുപാർശകളുണ്ട്. വ്യക്തി ഇൻഡിവിജ്വലി നമുക്ക് കേസ് കൊടുക്കാം, KSEB ഇതെല്ലാം അവിടെ പരിശോധിക്കും. ഇതെല്ലാം റെഗുലേറ്ററി കമ്മീഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? റെഗുലേറ്ററി കമ്മീഷൻ എന്നത് KSEBയുടെ ശുപാർശകൾ സ്വീകരിക്കുക. ശുപാർശകൾ സ്വീകരിച്ചിട്ട് ആ ശുപാർശകൾ അംഗീകരിക്കാനുള്ള റെക്കമെൻഡേഷൻസ് ഗവൺമെൻറ് കൊടുക്കുക. വ്യക്തികളായ നമുക്ക് കേന്ദ്ര സർക്കാർ നിയമമാണ്. ഇലക്ട്രിസിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. അതെന്തിനായിരുന്നു അവർ ഉദ്ദേശിച്ചത്? ചുമ്മാ അല്ല, അല്ലെങ്കിൽ KSEB തോന്നുന്ന പോലെ വില കൂട്ടി അങ്ങ് പോകില്ലേ. വൈദ്യുതിയുടെ വിതരണം, അതിൻ്റെ ഉൽപ്പാദനം, ഇതെല്ലാം ഒരു നിയമത്തിൻ്റെ കീഴിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പം ഈ KV ലൈനുകളൊക്കെ വലിക്കുന്ന സമയത്ത് അതിന് കോമ്പൻസേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ആക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം നമ്മുടെ വസ്തുവിനകത്തോട്ട് 11 KV ലൈൻ വലിച്ച് നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ പറമ്പിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ ഉണ്ട്, എൻഹാൻസ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം ആക്റ്റുമായി ബന്ധപ്പെട്ടാണ്. കോടതിയിൽ നമുക്ക് കേസ് കൊടുക്കുക, OP ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബോഡിയാണ് നമുക്ക് കൺസ്യൂമർ കമ്മീഷൻ വന്നതുപോലെ, മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ MACT കോടതിയിൽ വന്നതുപോലെ വന്നിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇവരുടെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ KSEBയിൽ നിന്നും ശുപാർശകൾ സ്വീകരിക്കുക, ശുപാർശകൾ പരിശോധിക്കുക, KSEBക്ക് സ്വമേധയാ ശുപാർശ റെക്കമെൻഡേഷൻ എടുത്തിട്ട് KSEBക്ക് പ്രപ്പോസൽസ് അങ്ങോട്ട് കൊടുക്കുക. ഇൻഡിവിജ്വലി നമ്മൾ കൊടുക്കുന്ന കേസുകൾ KSEBക്ക് എതിരായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് KSEBയുടെ വാദം, നമ്മുടെ വാദം കൂടി തീരുമാനം എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പവർ ഏത് സാധാരണക്കാരനും അപ്രോച്ച് ചെയ്യാം. റെഗുലേറ്ററി കമ്മീഷന് കൂടി പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ KSEBക്ക് എതിരെ പരാതിയെങ്കിൽ അവർ KSEBക്ക് നോട്ടീസ് അയക്കും, ഹിയറിംഗ് വെക്കും, നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു കോടതിയാണ്. ശരി, ഞാൻ അങ്ങനെയാണല്ലോ കോടതി ഹാജരാകുന്ന പോലെയാണ് ഞാൻ എൻ്റെ ഹിയറിംഗിന് ഹാജരായത്. അപ്പോൾ അവർ കേരളത്തിലെ 27 വരെയുള്ള ഈ താരിഫ് പ്രപ്പോസൽ ഹൈക്ക് ചെയ്യാൻ തീരുമാനിച്ച KSEBയുടെ പ്രപ്പോസലിന് പബ്ലിക് ഹിയറിംഗ് വെച്ചു. അപ്പം ഞാൻ ഇതിനു മുമ്പ് സോളാർ വിഷയത്തിൽ ഇതുപോലൊരു ഹിയറിംഗ് ഉണ്ടായിരുന്നു, ഈ ഗ്രോസ് മീറ്റർ നെറ്റ് മീറ്റർ മാറ്റുന്ന ബന്ധപ്പെട്ട്. അന്ന് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് കുറേ പേര്, ഒരു 10-100 പേര് അവിടെ ചെല്ലുന്നിടത്ത് 750 പേര് വെള്ളയമ്പലം ഓഫീസിൽ വന്നിട്ട്
ഞാൻ കണ്ടതാണ്. KSEB റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ ജോസ് സാറ് സിറ്റിങ്ങിന് കയറി വരുമ്പോൾ അദ്ദേഹം ഞെട്ടിയിട്ടാണ് പുറകോട്ടിരിക്കുന്നത്. കാരണം മറ്റേത് ഫ്രണ്ടിൽ ഒരു 10-15 പേര് കാണുന്നു, ഇത് ജനം നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് പുറത്തുനിന്ന് ബഹളമാണ്. ആ വീഡിയോ എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. സാറേ ഇവിടെ വെച്ച് നടത്താൻ പറ്റത്തില്ല, ഞങ്ങൾ 100 കണക്കിന് ആൾക്കാർ പുറത്ത് നിൽക്കും, നിങ്ങൾ ഈ ഹോള് മാറ്റണം ബഹളമായി. അങ്ങനെ നടന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്തൊരു സാധ്യതയുണ്ട്. കാരണം ജനത്തിന് സംഭവിച്ചു അത് അവർ ആ പഴയ സോളാർ വിഷയത്തിൽ ആ നെറ്റ് മീറ്ററിംഗ് സംവിധാനം അതേപോലെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ജനം മൊത്തം അത് പറയല്ലേ. സോളാർ ഗ്രൂപ്പ് കേരളത്തിൽ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടാണ് സോളാർ പ്രൊസ്യൂമേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായത്. അവരത് ശക്തമായി. അതായത് നമ്മൾ മറ്റേ സോളാർ വീട്ടിൽ വെക്കുമല്ലോ. സോളാർ വീട്ടിൽ വെക്കുന്ന സമയത്ത് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇത്ര യൂണിറ്റ് ആണെങ്കിൽ ആ യൂണിറ്റിൻ്റെ പൈസ എടുത്തിട്ട് ബാക്കി KSEB കൊടുക്കുകയാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KSEB പുതിയൊരു മീറ്ററിംഗ് സംവിധാനം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നമ്മൾ എത്ര ഉൽപ്പാദിപ്പിക്കുന്നോ ടോട്ടൽ നമ്മളൊരു 25 യൂണിറ്റാണ് അല്ലെങ്കിൽ 100 യൂണിറ്റാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വെച്ചോളൂ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് എത്രയാണോ അതിൻ്റെ വില കൊടുക്കണം KSEB. അതായത് നമ്മൾ ടോട്ടലി ഗ്രോസിലോട്ട് മാറുകയാണ്. മറ്റേ നമ്മൾ ഉപയോഗിക്കുന്ന KSEBക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ പൈസ കൊടുക്കുന്നിടത്ത് നിന്ന് നമ്മൾ എത്രമാത്രം ഫുൾ ഉപയോഗിക്കുന്നോ, നമ്മൾ 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിട്ട് ഒരു 50 യൂണിറ്റ് KSEB കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആ 50 ആണെങ്കിൽ 50ൻ്റെ വില കൊടുത്താൽ പോരാ, 100ൻ്റെ വില കൊടുക്കണം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. ഇത് ഭയങ്കര തട്ടിപ്പാണ്. അപ്പോൾ ജനം വന്ന് അവിടെ ബഹളം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. ഉടനെ ഇതവർ പഴയ മാറി. അപ്പം ഇതിങ്ങനെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി ഇവരുടെ അടുത്ത ഹിയറിംഗ് എന്ന്. അപ്പോൾ ഓരോ മാസം ഞാൻ നോക്കും. ഈ മാസം ഞാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് കാണുന്നത് 27 വരെയുള്ള പ്രൈസ് വൈദ്യുതി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആവശ്യമായ ശുപാർശയുടെ പൊതു തെളിവെടുപ്പ് 4 ജില്ലകളിൽ നടത്താൻ തീരുമാനിച്ചു. അപ്പം മറ്റേത് സോളാർ വിഷയത്തിൽ വന്നതുകൊണ്ടാണ് ഈ 4 ജില്ല, അല്ലെങ്കിൽ വെള്ളയമ്പലത്തുള്ള ഓഫീസിൽ മാത്രമുള്ളൊരു ഹിയറിംഗ് മാത്രമായിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ ചെയ്തു. വീഡിയോ എന്ന് പറയുന്നത് ഒരു 1.5 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിൽ പറഞ്ഞു KSEB പ്രൈസ് വർദ്ധിപ്പിക്കാൻ പോകുന്നു, 27 വരെയുള്ള വൈദ്യുതി വർധനമാണ്. അതിൻ്റെ പ്രപ്പോസൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മനുഷ്യർ കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തും പോയി പങ്കെടുത്തിട്ട് ഈ വൈദ്യുതി വർധനവ് ആവശ്യമില്ല എന്നുള്ളത് അവിടെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോഴിക്കോടും എല്ലാം ആയിരക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തു. ജനം പോയി. ഞാൻ തിരുവനന്തപുരത്ത് പങ്കെടുത്തു. വന്ന ഒരു മനുഷ്യൻ പോലും, അവിടെ ഹിയറിംഗ് നടത്തിയ ഒരാൾ പോലും KSEBക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ല. അവസാനം ഇവർക്ക് കയ്യിൽ നിന്ന് കാര്യങ്ങൾ ഇവർ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ട് തിരുവനന്തപുരത്തായിരുന്നു ഇവരുടെ ലാസ്റ്റ് ഹിയറിംഗ്. അവിടെ ഞാൻ പങ്കെടുത്ത സമയത്ത് രാവിലെ അത് എന്തൊരു വക്രബുദ്ധിയെന്ന് ആലോചിച്ച് നോക്ക്. അതായത് 10 മണിക്കാണ് ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.25 മണിക്കൂർ ആദ്യം വന്ന് ചെയർമാൻ അങ്ങ് സംസാരിച്ചു. ബിജു പ്രഭാകർ അല്ലേ, അദ്ദേഹമാണ് ഇപ്പോഴത്തെ. അദ്ദേഹം വന്ന് 1.5 മണിക്കൂർ അങ്ങ് സംസാരിച്ചു. എന്തിനാ അറിയാം, സമയം കളയാൻ വേണ്ടിയാണ്. ഹാളിൽ രജിസ്റ്റർ ചെയ്ത് സംഘടനക്കാർ, അസോസിയേഷൻകാർ KSEBയുടെ പ്രപ്പോസലിനെ ചലഞ്ച് ചെയ്യാൻ ആൾക്കാരിരിക്കുമ്പോൾ 11:45 വരെ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. അദ്ദേഹത്തെ ജനങ്ങളെല്ലാം കൂടെ കൂവി. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാനല്ല ഈ പബ്ലിക് ഹിയറിംഗ്. അദ്ദേഹം സംസാരിക്കേണ്ട സ്പേസ് അവരൊരു ശുപാർശ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ആ ശുപാർശ അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ള ഹിയറിംഗ്. ചെയർമാൻ വന്നത് വിളമ്പേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് KSEBയുടെ ഒരു വക്കീൽ, ഒരു ലേഡി അഡ്വക്കേറ്റ്, അവർ സംസാരിച്ചു. കുറേ പ്രപ്പോസൽസ് ഒക്കെ വെച്ച് ഏതാണ്ട് ഒരു 12:15 വരെ ഈ ഷോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രജിസ്റ്റർ ചെയ്ത, വെളുപ്പാങ്കാലത്ത് 5 മണിക്കൊക്കെ വന്ന് രജിസ്റ്റർ ചെയ്ത മനുഷ്യരുണ്ട്. അവരെ വിളിച്ച് 10 മിനിറ്റ് വെച്ച് കൊടുത്തു. ഞാനും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് CITUക്കാർ കുറേ പേരെ കൊണ്ടുവരും. CITUക്കാരെന്ന് ആലോചിച്ച് യൂണിയൻകാർ വന്നിരിക്കുകയാണ്, ഉദ്യോഗസ്ഥർ ടാഗൊക്കെ ഇട്ട്. അവർക്ക് അവിടെ എന്തിനാണ് അവർ വന്നിരിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ പ്രശ്നമായി, ബഹളമായി, സംസാരിച്ചു. എന്തായാലും ഹിയറിംഗ് അലങ്കോലമായി. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പ്രപ്പോസൽ അംഗീകരിക്കാൻ തീരുമാനം. തത്വത്തിൽ ഇത് ഓൾറെഡി പ്രഹസനമാണ്, ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് അംഗീകരിക്കാനും ഇത് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ട് ചുമ്മാ ഇട്ടൊരു ഈ പബ്ലിക് ഹിയറിംഗ് ആണ്. പക്ഷേ പബ്ലിക് ഹിയറിംഗ് ഇത്രയും ആൾക്കാർ വരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചു. ഇവർ പെട്ടു. അപ്പം ഞാൻ കേരള ഹൈക്കോടതിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഈ 4 ജില്ലകളിൽ ഹിയറിംഗ് നടത്തിയത് പോരാ. പൊതു തെളിവെടുപ്പ് ഇവർ 4 ജില്ലകളിൽ നടത്തി. ഈ 4 ജില്ലയിൽ നടത്തിയെങ്കിലും നമ്മുടെ ചെലവിലാണല്ലോ ഇവർ ഉറങ്ങിയതൊക്കെ. 10 ജില്ലയിലും നടത്തണം, എല്ലാ ജില്ലയിലും നടത്തട്ടെ, അതിനുശേഷം തീരുമാനിച്ചാൽ മതി. ഉടനെ KSEB സ്റ്റേറ്റ്മെൻറ്റ് കോടതി കൊടുത്തു. വിനോദ് മാത്യു വിൽസൺ എന്ന് പറയുന്ന ആൾക്ക് ജെനുവിനിറ്റി ഇല്ല, ഇയാൾ ഗുണ്ടയാണ്, ആം ആദ്മിക്കാരുമായിട്ട് ഗുണ്ടകളെ കൊണ്ടുവന്നു, ഇവിടെ ബഹളം ഉണ്ടാക്കി, ഞങ്ങൾ എല്ലാവരെയും കേട്ടു, ഞങ്ങൾ അടിപൊളിയായിട്ട് നടത്തി, ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. റെഗുലേറ്ററി കമ്മീഷൻ ഇത് തന്നെ പറഞ്ഞു. കേസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തള്ളി. എന്നൊന്ന് ആലോചിച്ച് നോക്കണം ചേട്ടൻ. കേസ് തള്ളിയതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തള്ളിയതാണ്. എന്താ തള്ളിയതിൻ്റെ കാരണം അറിയാം? അതായത് കേസ് തള്ളിയിരിക്കും. ഞാൻ കൊടുത്ത കേസ് എന്ന് പറയുന്നത് പ്രൈസ് കൂട്ടണ്ട എന്നല്ല. അത് പറയാൻ എനിക്ക് അവകാശമില്ല. കാരണം അതൊരു സ്റ്റേറ്റിൻ്റെ ഫിനാൻഷ്യൽ പോളിസിയാണ്. ഞാൻ പറഞ്ഞത് റെഗുലേറ്ററി കമ്മീഷൻ 4 ജില്ലകളിൽ ആർബിട്രറി ആയിട്ടാണ് നടത്തിയത്. അവർക്ക് ഇഷ്ടമുള്ള 4 ജില്ലയെ വെച്ചു. പല ജില്ലയിൽ നിന്നും പലർക്കും ഇത് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു ആചാരമായി നടന്നു പോകുന്നതാണ്. അത് പറ്റില്ല. 10 ജില്ലയിലും നടത്തണം.
ഈ 10 ജില്ലയിൽ നടത്തിയതിന് ശേഷം മാത്രമേ പ്രൈസ് ഹൈക്കിലേക്ക് പോകാൻ ഇതാണ് ഇതിൻ്റെ കേസ്. ഹൈക്കോടതി പരിഗണിച്ചു. പണ്ടിൽ സ്വരാജ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, എനിക്കത് ഓർമ്മ വരും. അതായത് അനുകൂല വിധി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോ ജനങ്ങളെയും ചോദിക്കുന്ന പിന്നെ അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനായിട്ട് മാറി. നമുക്കറിയായിരുന്നു, കാരണം ആം ആദ്മിയുടെ പ്രസിഡൻ്റല്ലേ കേസ് കൊടുത്തേക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളത്. പക്ഷേ അതിൽ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം എന്ന് പറയുന്നത് വിനോദ് മാത്യു വിൽസൺ കൺസ്യൂമർ അല്ല. വീട്ടുകാരൻ്റെ അതാ പറയുന്നത്. ആ വിധി അങ്ങനെയാണ്. ആ വിധി തള്ളിയിരിക്കുന്നത് മെറിറ്റിലല്ല ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ആ കേസ് തള്ളിയിരിക്കുന്നത് മെറിറ്റിലല്ല. മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ വാദം കേട്ടു, KSEBിയുടെ വാദം കേട്ടു, വിനോദിൻ്റെ വാദം കേട്ടു, എന്നിട്ട് പറയുകയാണ് ഓക്കെ ഇത് സാറ്റിസ്ഫൈഡ് ആണ്, ഈ 4 ഹിയറിംഗ് മതി, അവർ പ്രോപ്പറായി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഹർജി ഞാൻ തള്ളുന്നു എന്ന് തള്ളാനല്ല തള്ളിയിരിക്കുന്നത്. മറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത് വിനോദ് മാത്യു വിൽസൺ കൺസ്യൂമർ അല്ല, ഞാൻ വന്നിരിക്കുന്നത് പബ്ലിക് ഇൻട്രസിറ്റേഷൻ ഫയൽ ചെയ്തിട്ടാണ്. അല്ല, അത് വേണ്ട, ഞാൻ കൺസ്യൂമർ ആവേണ്ട കാര്യമില്ല. കാരണം ഇപ്പം ഞാൻ കൺസ്യൂമർ ആവണമെങ്കിൽ ഇപ്പം ഞാൻ അതിന് വേണ്ടി വീട് വാങ്ങാൻ പറ്റുമോ? ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ കൺസ്യൂമർ നമ്പർ എൻ്റെ അപ്പൻ്റെ പേരിലാണ്. അപ്പം ഞാൻ പോയിരിക്കുന്നത് പബ്ലിക് ലിറ്റിഗേഷനാണ്, ബില്ലായിട്ടാണ് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഞാൻ കൺസ്യൂമർ ആണെന്ന് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ കോടതി വിധി അങ്ങനെ വന്നു, ഞാനതിനെ അംഗീകരിക്കുന്നു, ഞാനതിൻ്റെ തുടർ നടപടികളുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതിയിൽ പറ്റത്തില്ല, കാരണം CJയുടെ ബെഞ്ചിൽ നിന്ന് തള്ളിയതാണ്. പിന്നെ കോടതി അതിനകത്തൊരു മനോഹരമായിട്ടുള്ളൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്: സാധാരണഗതിയിൽ നമ്മളൊരു കേസ് അവിടെ തള്ളിയാൽ അതേ വ്യക്തിക്ക് അതേ കോസ് ഓഫ് ആക്ഷൻ കേസ് കൊടുക്കാൻ പറ്റത്തില്ല, അതിന് റെസ് ജുഡിക്കേറ്റ എന്നൊക്കെ പറയുന്ന ഒരു ബാർ വരും. പക്ഷെ ഇവിടെ കോടതി എൻ്റെ കണ്ടൻഷൻസ് കോടതിക്ക് അംഗീകരിക്കണമെന്ന് എവിടെയൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒരു വേർഡ് കോടതി എഴുതിച്ചിട്ടുണ്ട്, ഈ പെറ്റീഷണർ, അതായത് ഞാൻ കൊണ്ടുവന്ന എല്ലാ കണ്ടൻഷൻസും ഇപ്പോഴും ഓപ്പണാണ്, അതുകൊണ്ട് കൺസ്യൂമർ വരട്ടെ കോടതിയിൽ, ഇതാണ് കോടതി പറഞ്ഞത്. ഇപ്പോഴും അതുകൊണ്ട് അത് ഓപ്പണാണ്, അവിടെ തന്നെ കൊടുക്കാം. പക്ഷെ ഞാൻ ഈ വിധിക്കെതിരെ, അതായത് ഞാൻ കൺസ്യൂമർ ആവണമെന്ന് ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫയൽ ചെയ്തിട്ട് കോടതി പറഞ്ഞതിനെതിരെ ഞാൻ സുപ്രീം കോടതിയിൽ പോകണം. ആ പരാമർശം അത് ഒരു ലീഗൽ ആസ്പെക്റ്റിൽ എനിക്കത് അത്ര വലിയ ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം അത്തരം ഒരു കൺസ്യൂമർ ആവേണ്ട കാര്യമില്ല, ഞാൻ പോയിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ഇതിൽ കോടതി നോക്കേണ്ടത് ഫണ്ടമെൻ്റലായ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടോ അത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഞാൻ കൺസ്യൂമർ കോടതിയിലാണ് പോയെങ്കിൽ ഞാൻ കൺസ്യൂമറാണ് തെളിയിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സുപ്രീം കോടതിയിലേക്ക് ഞാൻ മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ളിയ വിവരം 2 ദിവസം മുമ്പ് KSEB അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയാണ്. അതാ ചേട്ടൻ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് ഇവർ എടുക്കുന്നത് ഇങ്ങനെയാണ്: വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ ആം ആദ്മി പ്രസിഡന്റ് ഹർജി തള്ളി. അദ്ദേഹം കൺസ്യൂമർ അല്ല എന്ന് കണ്ടാണ് തള്ളിയത്. CIT വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അങ്ങ് ചർച്ചയാണ്. അതായത് ആം ആദ്മി പ്രസിഡന്റിനോട് കോടതി പോയി കൺസ്യൂമറായിട്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ ഒരു 500 കമൻറ്റ് വന്നു. കമൻറ്റ് മൊത്തം KSEBക്കെതിരാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, KSEB ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നതും ഒക്കെ ചോദ്യം, ഈ പാർട്ടി തലയ്ക്ക് പിടിച്ചാൽ ഇത്രയും മനുഷ്യവിരുദ്ധരാകാൻ പറ്റുമോ? ഇപ്പം ഞാൻ എന്തിനാണിത് പറയുന്നത്? ഇപ്പം ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്, വൈദ്യുതി ബില്ല് കൂട്ടിയാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ലാന്നേ. ഇപ്പം എൻ്റെ വീട്ടിൽ വൈദ്യുതി ബില്ല് ഒരു 10-100 രൂപ കൂടി വന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ ചെയ്യുന്ന പ്രൊഫഷണലാണ്, അഡ്വക്കേറ്റാണ്. എൻ്റെ ഫീസ് ഞാൻ കൂട്ടിയാൽ മതി. ഇപ്പം ഇത് ആരെ ബാധിക്കുന്നത്? ഇതെന്ന് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-6,000 രൂപയ്ക്കൊക്കെ ജീവിക്കുന്ന മനുഷ്യർ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്നവരാണ്. വൈദ്യുതി ബില്ല് 500-600 അവരാണ് കിടന്ന് പാടുപെടുന്നത്. അവരാണ് ഈ നമ്മുടെ ഇത് കടം വാങ്ങിച്ചിട്ട് വൈദ്യുതി ബില്ല് അടയ്ക്കാൻ 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇവർ തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് പറയുന്നത്. ഈ CIT-കാരൻ തൊഴിലാളിയാണ്. അപ്പോൾ പാവപ്പെട്ട തൊഴിലാളിക്ക് വേണ്ടി ഞാൻ പോയിരിക്കുന്നത്. ഇവർ മനസ്സിലാക്കണം, വിനോദ് മാത്യു വിൽസന് വൈദ്യുതി നിരക്ക് കൂട്ടിയത് കൊണ്ട് ഒന്നുമില്ലാന്നേ, ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഫീസ് കൂട്ടിയാൽ പോരെ. അപ്പം ഇതെന്നെ പേഴ്സണലി അഫക്റ്റ് ചെയ്യുന്നതല്ല. ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും സംസാരിക്കുന്നത്, ഇത് അതിനേക്കാളും വലിയ രസമുണ്ട്. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ KSEBയിലുള്ള കീഴുദ്യോഗസ്ഥരായ ആൾക്കാരുണ്ടല്ലോ, ഈ ഓഫീസേഴ്സ് യൂണിയനല്ല, കീഴുദ്യോഗസ്ഥരായ ഈ ലൈനിലൊക്കെ പോകുന്ന ഫീൽഡ് വർക്ക്, അവരെന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. കാരണം പ്രൊമോഷൻ പോലും ഇല്ല. സെക്യൂരിറ്റി സംവിധാനം ഞാൻ പല മാധ്യമങ്ങളിൽ ഞാനത് പറഞ്ഞു. അതായത് 1.5 ആഴ്ച മുമ്പാണ് എറണാകുളത്തോ എവിടെ ഒരു ലൈൻമാൻ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ചത്. രാജേഷ് എന്നും പറഞ്ഞ് എറണാകുളത്തുള്ള ഒരാൾ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ചപ്പോൾ KSEBക്ക് അതൊരു പഠന റിപ്പോർട്ട് കൊടുത്തു. എന്താ അദ്ദേഹം മരിച്ചതിൻ്റെ കാരണം? ഞാനത് എൻ്റെ മൊബൈൽ ഫോണിലുണ്ട്, ഞാൻ ചേട്ടന് വേണ്ടി അയച്ചു തരാം. KSEB ഈ മരണത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, ഈ ലൈൻമാൻ മരിച്ചതിൻ്റെ കാരണം. പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക? ഒന്നാമത്തെ കാരണം എർത്ത് സ്വിച്ച് മാറ്റി ചെയ്തു. ഇത് ചെയ്യേണ്ട സൂപ്പർവൈസർ ജോലിയിൽ ഉണ്ടായിരുന്നില്ല. മുകളിൽ ഇവരെ ജോലിക്ക് കയറുമ്പോൾ ഇവരെ നിരീക്ഷിക്കാൻ ഓവർസിയർ ശ്രദ്ധിച്ചില്ല. ആലോചിച്ച് നോക്കണം. അതായത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന സൂപ്പർവൈസറും ഓവർസിയറും എഞ്ചിനീയറും ഒക്കെ പോസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട്
ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്ന് KSEB തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് എനിക്ക് അയച്ചു, ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം. മറ്റൊരു ചോദ്യങ്ങളുണ്ട്, എവിടെങ്കിലും ഇവരെ ഈ പോസ്റ്റിന്റെ അടുത്ത് ഉണ്ടാവാറുണ്ടോ എന്നുള്ളത്, എന്തെങ്കിലും ഒന്നും ഇല്ല. അപ്പൊ അവർക്ക് ആ പോസ്റ്റേ ആവശ്യമില്ല. അങ്ങനെയാണ്, കാരണം ഇവരാരും അവിടെ ഇല്ലല്ലോ. ഇല്ല. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഈ ലൈൻമാൻമാരുടെ പണി ഇപ്പോൾ ആരാ ചെയ്യുന്നത്? കോൺട്രാക്ടർമാരാണ്. അതെ അതെ. എൻ്റെ നാട്ടിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവിടുത്തെ കോൺട്രാക്ടർ. ഈ ലൈൻ മാറ്റിയിടുന്നതും പണി കംപ്ലീറ്റ് ചെയ്യുന്നതാണല്ലോ, കുഴി കുഴിക്കുന്നതും പോസ്റ്റ് ഇടുന്നില്ല. ആ കൂട്ടത്തിൽ കറണ്ട് പോയാൽ ഇവൻ ലൈൻമാൻ വിളിച്ച് പറയത്തുള്ളൂ, എടാ നീ ആ ലൈൻ ശരിയാക്കിയേക്കണമെന്ന്. ഇവൻ വണ്ടി ഇടിച്ച് ഈ മരിക്കുന്നതിൽ ഭൂരിഭാഗം കോൺട്രാക്ടർമാരാണ്, അവരുടെ ജോലിക്കാരാണ്, കരാർ ജീവനക്കാരാണ്. അവർക്ക് ഒരു ആനുകൂല്യമില്ല. ഇനി പൂർത്തിയാകുന്ന എവിടെയല്ല ഈ റിസ്ക് ഉണ്ടല്ലോ, അതായത് ലൈനിൽ പണിയുമ്പോൾ റിസ്ക് ഉണ്ടല്ലോ, ലൈൻമാൻ ഉണ്ടാവുന്ന റിസ്ക്, അതായത് കോൺട്രാക്ട് എടുക്കുന്ന റിസ്ക്. അതെ. ഈ റിസ്കിന്റെ പേരിലാണ് ഓഫീസേഴ്സ് അസോസിയേഷനിലെ എഞ്ചിനീയർമാർക്ക്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്, 20% കൂടുതൽ കൊടുക്കുന്നത്. ഞാനത് കണ്ടു ഞെട്ടിപ്പോയി. ഈ KSEB ഉദ്യോഗസ്ഥർക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അടക്കമുള്ളവരുടെ ശമ്പളം കൂടുതലാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെക്കാൾ 20% കൂടി കൂടുതൽ, 20% കൂടുതലാണ്. അതിന്റെ മാനദണ്ഡം റിസ്ക് ഉള്ള പണിയെന്നാണ്. റിസ്ക് എടുക്കുന്ന ഇവരാണ്, റിസ്ക് എടുക്കുന്ന കോൺട്രാക്ടർ. അവർ ഒന്നുമില്ല. ഇനി പോട്ടെ, ലൈൻമാന് കൊടുത്തോട്ടെ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എന്തിനാണ് ശമ്പളം ഇതിന്റെ പേര് കൊടുക്കുന്നത്? അതെ അതെ അതെ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നിങ്ങൾ എന്താണ് ഈ നിയമ പോരാട്ടം എങ്ങനെ പോരാണ് പ്ലാൻ? ഇനി അല്ല, നമ്മൾ നിയമ പോരാട്ടത്തിനൊപ്പം തന്നെ നമ്മൾ ഈ വിഷയം റെഗുലറായിട്ട് ഇവർ വിചാരിച്ചേക്കുമ്പം ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടു. അതായത് അങ്ങേ ഇവർ വാശി പിടിപ്പിച്ചു എന്ന് പറഞ്ഞു. അതെ, എന്നെ വാശി പിടിപ്പിച്ചു അവർ. അപ്പോൾ വാശി പിടിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കൂടുതൽ നമ്മൾ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. KSEB-ലേക്ക് ഞാനും പഠിച്ചുകൊണ്ട്, കാരണം ഞാൻ സയൻസും കണക്കും എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റേ അല്ല. എനിക്ക് എനിക്ക് കാരണം കണക്കിന് സയൻസ് ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ചത് എന്ന് പറഞ്ഞാൽ 10ഉം 12ഉം, അന്ന് 12 SLC വരെ 12 മാർക്ക് മിനിമം മാർക്ക് വാങ്ങി ജയിച്ചത്. എനിക്ക് പക്ഷേ ഇപ്പോൾ ഞാനിത് എഴുതി കണക്ക് കൂട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് പേര് എക്സ്പേർട്സ് എന്നെ വിളിക്കുന്നുണ്ട്, അവരുടെ ഡോക്യുമെൻറ്റ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പഠിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ ഫൈറ്റ് എന്ന് പറയുന്നത്, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ ജയിക്കാൻ വേണ്ടിയുള്ള കളിയാണ്. ഇതിൽ നിങ്ങളിനി എന്ത് ആക്ഷേപിച്ചാലും, CET-കാരിനി എന്നെ എത്ര വക്രീകരിച്ചാലും, പേഴ്സണലി അറ്റാക്ക് ചെയ്താലും, ഇത് കണ്ടിന്യൂസായി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇതിൽ ജനങ്ങളെ ഞങ്ങളിപ്പോൾ അടുത്ത പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് ഡോർ ടു ഡോർ ക്യാമ്പയിൻ തുടങ്ങാൻ പോവുകയാണ്. സൗജന്യ വൈദ്യുതി കൊടുക്കാം ഷാൻ ചേട്ടാ, കേരളത്തിൽ കൊടുക്കാം. ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചോദിച്ചു. കേരളത്തിൽ ഒരു മിനിമം ഒരാൾക്ക് 100 യൂണിറ്റ് വൈദ്യുതി കൊടുക്കാൻ പറ്റുമോ? ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം ഇന്ന് ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു, ഇടുക്കിയിൽ 34 ലക്ഷം രൂപ ചെലവാക്കിയാണ് KSEB ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ട് പണിയാനായിട്ട് പൈസ കൊടുത്തത്. ഇപ്പം ലാഭത്തിൽ നിൽക്കുന്ന കമ്പനികൾ കൊടുത്തോട്ടെ. KMML ഒക്കെ ഒരു സമയത്ത് ഈ എംപ്ലോയീസിന് സൗജന്യ യാത്ര കൊടുക്കും, കാരണം ലാഭത്തിലാണ്, അതങ്ങനെ വേണം. ഇത് നഷ്ടത്തിൽ കിടക്കുന്ന ഒരു കമ്പനി 34 ലക്ഷം രൂപ ഷട്ടിൽ കോർട്ട് പണിയാൻ കൊടുക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ലൈനിൽ കയറുന്നവരുടെ, ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷൂസ് ഇല്ലേ, ഈ ഷൂസ് എന്ന് പറയുന്നത് കോൺട്രാക്ടർ ഉപയോഗിക്കുന്ന ഷൂ ആണ് കൊടുക്കുന്നത്, കൺസ്ട്രക്ഷൻ ഷൂ ആണ് കൊടുക്കുന്നത്, ഇലക്ട്രിക്കൽ ഷൂ അല്ല. അതാ കൊടുക്കത്തില്ല. ഇവർക്ക് കൊടുക്കുന്ന റെയിൻ കോട്ട് അപ്പോഴേ പിഞ്ച് കീറിപ്പോവും. KSEB ഓഫീസേഴ്സ് യൂണിയൻ ഉദ്യോഗസ്ഥരുടെ സുഹൃത്തുക്കളാണ് ഈ പർച്ചേസ് നടന്ന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ല, വലിയ പർച്ചേസ് ട്രാൻസ്ഫോർമറുകൾ തന്നെ മേടിച്ചാൽ. അല്ല, ഇപ്പൊ ലോക്കൽ പർച്ചേസാണ്. പണ്ട് സെൻട്രൽ പർച്ചേസ് ആയിരുന്നു, കമ്മീഷൻ അടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ലോക്കൽ പർച്ചേസ് ആണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഞാൻ ആവർത്തിച്ച് 2000 കോടിയുടെ പർച്ചേസ് ആണ് ഒരു വർഷം നടക്കുന്നത്. അത് KSEB ചെയർമാനോട് പറയുന്നത്, നമ്മുടെ ഫൈറ്റ് എന്ന് പറയുന്നത് KSEB-ക്കെതിരെ അല്ല. നമ്മുടെ ഫൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓഫീസേഴ്സ് യൂണിയൻ ആൾക്കാർ, അതിൻ്റെ ഞാൻ പത്രവാർത്തകളാണ്. ഞാനിപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇദ്ദേഹം നമ്മുടെ അശോക് സാർ ഇരുന്ന സമയത്ത് സഞ്ചിത ലാഭം എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള കടങ്ങളും എല്ലാം സഞ്ചിത ലാഭത്തിലായിരുന്നു 2019 KSEB. അപ്പോൾ ഇത് ലാഭത്തിലാക്കാൻ പറ്റും. ആ ലാഭത്തിലാക്കി ജനങ്ങൾക്ക് 1 യൂണിറ്റ് വൈദ്യുതി. ഈ ഇലക്ട്രിസിറ്റി പർച്ചേസ് കോൺട്രാക്ട് ഒക്കെ വലിയ തട്ടിപ്പാണ്. അതെ 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 അതെ. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കമ്മീഷൻ കൈപ്പറ്റി നടക്കുന്ന തട്ടിപ്പുകളാണ്. കാരണം ഞാൻ ചോദിട്ടെ, ഇവിടെ കേരളത്തിൽ 30% വൈദ്യുതി വെള്ളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുക. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 28ഓളം ചെറുകിട ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നേ ഇല്ല. ഇത് നടപ്പിലാക്കി ഇവിടെ ഇപ്പോൾ ഈ കമ്മീഷൻ അടിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ പുറത്തുനിന്ന് ഈ വൈദ്യുതി വാങ്ങിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് സോളാറിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനെന്തെല്ലാം ഈ രീതിയിൽ പണിയാൻ പറ്റുമോ അതെല്ലാം പണിയുന്നുണ്ട്. സോളാർ ഉൽപ്പാദനം. പിന്നെ സോളാർ എല്ലാവർക്കും വെക്കാൻ പറ്റുമോ? കാശുള്ളവന് മാത്രമേ സോളാർ ഒരു 5 ലക്ഷം 6 ലക്ഷം സബ്സിഡി ആണെന്നേ പോലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണക്കാരനെ ഏറ്റവും ജീവിതം ബന്ധപ്പെടുത്തുന്ന ഈ വൈദ്യുതി വിഷയത്തിൽ നമ്മൾ ജനകീയമായ പോരാട്ടങ്ങൾ, അത് പോസ്റ്റർ ക്യാമ്പയിൻ, സമരം, റെഗുലേറ്ററി കമ്മീഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ അടുത്ത്
വിമൽ എന്ന് പറയുന്ന CA അദ്ദേഹം ചോദിച്ചത് ഇവിടെ എന്തിനാ സമരം എന്നോട് ചോദിച്ചു. ഞങ്ങൾ സമരത്തിന് പോയ സമയത്ത് അവർ നോക്കുമ്പോൾ സമരം ഒന്നി KSEB ഓഫീസിലോട്ട് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റോട്ട്. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അപ്പം എൻ്റെ അടുത്ത് സ്പെഷ്യൽ ബ്രാഞ്ചുകാർ വിളിച്ചു ചോദിച്ചു, തലേന്ന് വിളിച്ചു ചോദിച്ചു, വിനോദ് വക്കീലല്ലേ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ എവിടെയാണ് സമരം ചെയ്യുന്നത്? ഞാൻ ഇല്ല, റെഗുലേറ്ററി കമ്മീഷൻ അതെന്താ പരിപാടി, അതിന് അവിടെ എന്തിനാ സമരം എന്ന് ചോദിച്ചു. അത് എവിടാന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. സ്പെഷ്യൽ ബ്രാഞ്ചുകാർ എന്നോട് ചോദിക്കും. കാരണം ഒരു സമരം പറഞ്ഞാൽ നേരെ വൈദ്യുതി. അപ്പോൾ അവിടെ രാവിലെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഉദ്യോഗസ്ഥൻ ഈ റെഗുലേറ്ററി കമ്മീഷൻ സൈഡിൽ നിന്നാണ്. ഇയാൾ ഞാൻ തിരുവനന്തപുരത്ത് പരിചയപ്പെട്ടത്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, സാർ ഇവിടെ സമരം? നമ്മൾ ഇവിടെയാണ് സമരം. KSEBയുടെ സമരഭൂമിയായിട്ട് ഇതിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ട് മാറ്റും. അത് ഞങ്ങൾ ഏതാണ്ട് 160 പേര് പങ്കെടുത്തു ഒരു ഉപരോധം. ഞങ്ങൾ കൃത്യം പറഞ്ഞ ഉപരോധ സമരമാണ്. പോലീസ് ബലം പ്രയോഗിക്കും, അവർ ചിലപ്പോൾ നമ്മൾ മർദ്ദിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ട് പോലും പ്രായഭേദമന്യേ, ഞങ്ങളുടെ പാർട്ടി കൂടുതലും അറിയാമല്ലോ എല്ലാം പ്രായമുള്ള മനുഷ്യരാണ്. CA തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞു കൂടുതൽ, കാരണം അവർക്ക് ഞങ്ങളെ റിമൂവ് ചെയ്തല്ലേ പറ്റുള്ളൂ, ലീഗലി ഫോഴ്സ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അവർ ഞങ്ങളുടെ സെൽമാഡത്തിനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക, സെൽമാഡം ഇങ്ങനെ റെഗുലേറ്ററി കമ്മീഷൻ്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചു കിടക്കുക. അപ്പോൾ ഒരു ലേഡി ഓഫീസർ എന്ന് പറഞ്ഞു, മാഡം കൈവിട്, മാഡം പ്ലീസ് കൈവിടെന്ന് പറഞ്ഞു. കാരണം അവർക്കറിയാം ഞങ്ങൾ എടുക്കുന്ന ഒരു ജെനുവിൻ എഫോർട്ടാണെന്നറിയാം. അപ്പോൾ അവർ തന്നെ പറയാം, എന്നിട്ട് 160 പേര് പ്രായമുള്ള മനുഷ്യരൊക്കെ വന്ന് പങ്കെടുത്ത സമരമാണ്. അപ്പോൾ അത് കേരളത്തിൽ ഒരു പാർട്ടിയും അത് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കത് ഇടപെടാൻ പറ്റുന്നതിൻ്റെ പ്രധാന കാരണം ഞങ്ങൾക്ക് തൊഴിലാളി ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സാധനം ഇല്ല. അത് നാഷണൽ ലെവലിലും ഇല്ല. ലേബർ SVS ലേബർ വിങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖലയെ നശിപ്പിക്കുന്ന തൊഴിൽ സംസ്കാര യൂണിയൻ പരിപാടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യസന്ധമായി ഇതിൽ ഇടപെടാൻ പറ്റും. ആ ഇടപെടലുകൾ മുമ്പോട്ട് അതിനകത്ത് എന്താണ് ഒരു പോസിറ്റീവ്, ഇപ്പം ഞാൻ പറയും ഇന്നലെ പോസിറ്റീവ് റെസ്പോൺസുകൾ ഉണ്ടായി വരുന്നുണ്ട്. അവർ ഞാൻ ഇന്നലെ കണ്ടൊരു വാർത്തയാണ്, സിവിൽ എഞ്ചിനീയേഴ്സ്. ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് കണക്ക് തെറ്റിപ്പോയി. സിവിൽ എഞ്ചിനീയേഴ്സ് ഏതാണ്ട് 560-600 പേര് സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് KSEBക്ക്. അത്ര ആവശ്യമില്ല. സിവിൽ എഞ്ചിനീയേഴ്സ് അത്ര ആവശ്യമില്ല. ഏതാണ്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ മനോരമയിൽ വാർത്ത വന്നു, KSEB ചെയർമാൻ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള ശുപാർശ കൊടുക്കാൻ പോകും. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നമ്മളതിനെ സ്വാഗതം ചെയ്യും. അങ്ങനെ ഇതിനെ ലാഭത്തിലാക്കി എറണാകുളത്ത് വെച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഈ KSEBയുടെ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഈ ഹിയറിംഗ് സമയത്ത് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഇവിടെ വന്നത് കൂട്ടണം എന്ന് പറയുന്നതിനേക്കാളും ഇത് 2 യൂണിറ്റ് കുറയ്ക്കാനുള്ള ശുപാർശ എന്ന് തരും എന്ന് ചോദിച്ചു. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷനിൽ KSEB നിലവിലുള്ള 2 യൂണിറ്റ് രൂപയെങ്കിലും വൈദ്യുതി നിരക്കെങ്കിലും കുറയ്ക്കാൻ കഴിയുന്ന ഒരു ശുപാർശ എന്ന് വെക്കുന്നോ അന്ന് വരെ അത് ആം ആദ്മി പ്രസിഡന്റ് എന്ന നിലയിലും ഇൻഡിവിജ്വൽ എന്ന നിലയിലും ഇനി പ്രസിഡന്റ് ഇപ്പോൾ ആം ആദ്മി പ്രസിഡന്റ് സ്ഥാനം ഒരു പക്ഷേ മാറാം, നമ്മൾ മനുഷ്യനാണല്ലോ, അല്ലെങ്കിൽ പോലും വ്യക്തിപരമായും ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കർമ്മം, അതായത് നമ്മളിലേക്ക് വന്ന് അറിയാതെ വന്നൊരു കർമ്മമാണ്. അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനൊക്കെ നാഷണൽ നേതൃത്വത്തിന് പിന്തുണയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നാഷണൽ ലെവലിൻ്റെ പിന്തുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും വൈദ്യുതി വിപ്ലവത്തിലൂടെയാണ് ഡൽഹിയിൽ, അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു സമരം ഉണ്ടായിരുന്നു. അതായത് ഈ വൈദ്യുതി ബില്ല് കൂടിയിട്ട് ആൾക്കാർ പിന്നെ ഇത് എന്താ പറയുക, ഇവരൊന്ന് കട്ട് ചെയ്തിട്ട് പോകും. അത് പുനഃസ്ഥാപിച്ചു. കേജ്രിവാൾ പോസ്റ്റിൽ കയറി അത് പുനഃസ്ഥാപിച്ചു കൊടുത്തു. അതൊരു ക്യാമ്പയിനായി എടുത്തു. വലിയ കേസൊക്കെ ആയി അദ്ദേഹത്തിനെതിരെ. അപ്പോൾ അവിടെ തുടങ്ങിയ ആ സമരമാണ്. ഞങ്ങളും കേരളത്തിലും ഞങ്ങൾ ആം ആദ്മിക്ക് അവിടെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടിയത് വെള്ളം, വൈദ്യുതി ഇതൊക്കെ ഫ്രീ കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഈ വെള്ളക്കാരം ഇവർ വർദ്ധിപ്പിക്കുകയും ഇവിടുത്തെ മുനിസിപ്പൽ ടാക്സ് വർദ്ധിപ്പിക്കുകയും നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ലല്ലോ. അല്ല, ഞങ്ങൾ അതാ പറയാം, ഒന്നാമത്തെ വിഷയം ഞങ്ങൾ പല വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി പാർട്ടി പ്രവർത്തകരായിട്ടുള്ള അത്രയും ഇല്ല. നമ്മൾ നമ്മുടെ ശുഷ്കമായിട്ടുള്ള വോളണ്ടിയേഴ്സ്, ആക്റ്റീവ് വോളണ്ടിയേഴ്സേ പുറത്തേക്ക് വരുള്ളൂ, അവരെ ഇതിന് വരുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ KSRTCയുടെ വിഷയം അത് നമ്മൾ ഉടനെ ഏറ്റെടുക്കുന്നുണ്ട്. KSRTC വിഷയത്തിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇടുക്കിയിലോ വയനാട്ടിലൊരു ബസ് പറഞ്ഞ സമയത്ത് ഗതാഗത മന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത്. ഞാൻ അതിനെപ്പറ്റി പഠിച്ചു. ഇൻഷുറൻസ് ഇല്ല എന്ന് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു കോമ്പൻസേഷൻ ഫണ്ടുണ്ട്. ശരിയാണ്, എല്ലാ ബസ്സിനും ഇൻഷുറൻസ് എടുക്കാൻ പറ്റത്തില്ല, ഒരു ഹൈക്കോടതി വിധിയുണ്ട്. കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ കോമ്പൻസേഷൻ ഫണ്ടിനെ പറ്റി അന്വേഷിച്ചു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഫണ്ട് ഇപ്പോൾ ഇല്ല, പൈസ ഇല്ല. അപ്പോൾ MACT കോടതിയാണല്ലോ കേസ് വരുന്നത്. അതായത് KSRTC ബസ്സിൽ നിന്ന് മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആൾക്കാർ ക്ലെയിം കൊടുക്കുന്ന എവിടെയാണ്? MACT കോടതിയിലാണ്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ MACT കോടതിയിൽ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ആണ് ഓപ്പോസിറ്റ് കക്ഷിയെങ്കിൽ പൈസ കിട്ടത്തുകയില്ല. 5-6 വർഷം, ഒരു 7-8 വർഷം. മറ്റ് ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ അപ്പോഴേ ഒരു സെറ്റിൽമെൻറ്റിൽ തന്നെ കെട്ടിവെക്കും ഈ പൈസ. KSRTC കെട്ടിവെക്കത്തില്ല. അവസാനം കേസ് നടത്തി കക്ഷികൾ തന്നെ ഭ്രാന്താവും, വക്കീലിനെ ചീത്ത വിളിക്കും, വക്കാൽ തൊഴിയും. അവസാനം ഇതിൻ്റെ ഈ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതായത് 12% ഇൻട്രസ്റ്റ് ഉണ്ട്, അതായത് ആ ഇൻട്രസ്റ്റ് ഉൾപ്പെടെയാണ് ക്ലെയിം അനുവദിക്കുന്നത്.
ആ ഇൻഷുറൻസ് ഒക്കെ വേവ് ചെയ്ത് അവസാനം കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഇതിൽ മരണപ്പെടുന്നവർ ചെയ്യുന്നത്. ഞാൻ അന്വേഷിച്ചപ്പം ഒരു കോമ്പൻസേഷൻ ഫണ്ടിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് ഫണ്ടിൽ പൈസ എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ RT എടുത്തിട്ടുണ്ട്. ആ RT വരുന്ന അനുസരിച്ച് ആ വിഷയത്തിലും പൊളിറ്റിക്കൽ ക്യാമ്പയിനുകൾ നടത്തും. കാരണം ഇൻഷുറൻസ് ആക്റ്റിൽ പറയുന്നത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടു നടക്കണം എന്നാണ്. ചോദിച്ചാൽ കാണിക്കണം. KSRTC ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറുന്ന ഒരാൾ പറയുകയാണ്, സാറേ ഈ വണ്ടി എവിടം വരെയാണ്? പത്തനംതിട്ട വരെയാണ്. ഓക്കെ, ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഉണ്ട്. ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കണം. അപ്പോൾ ആലോചിച്ചു, ബസ്സിൽ കയറുന്ന ഓരോ അല്ല, പക്ഷെ കോടതിയുടെ ഉത്തരവില്ലേ, വേണ്ടെന്നില്ലേ? വേണ്ടാന്നല്ല, ഇൻഷുറൻസ് ഇവർ സർക്കാരോട് ചോദിച്ചപ്പോൾ സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഇതെല്ലാ വണ്ടിക്കും ഒരു ഇൻഷുറൻസ് എടുക്കാമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബാധ്യത. അതുകൊണ്ട് ക്ലെയിം ഇൻഷുറൻസ് എന്തിനാണ് എടുക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇതുമൂലം പരിക്ക് പറ്റും, ക്ലെയിം കൊടുക്കാം. അപ്പോൾ ക്ലെയിം കോമ്പൻസേഷൻ ഫണ്ട് ഉണ്ട് എന്നൊരു അഫിഡവിറ്റ് കൊടുത്തു. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് ശരിയാണ്, ഒരു ലിബറൽ സ്റ്റാൻഡ് എടുത്തു. കാര്യം കോമ്പൻസേഷൻ കിട്ടിയാൽ മതിയല്ലോ. പക്ഷേ ആ കോമ്പൻസേഷൻ ഫണ്ട് ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ടെക്നിക്കലി കോമ്പൻസേഷൻ ഫണ്ടുണ്ട്, ഇൻഷുറൻസ് വേണ്ട, പക്ഷേ അതിനകത്ത് കാശില്ല. ആ കാശില്ലാതെ വരുമ്പോൾ ആരാണ് കഷ്ടപ്പെടുന്നത്? ഈ പറയുന്ന ഇതിൻ്റെ വിക്റ്റിമായിട്ട് വരുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന പരിക്ക് പറ്റുന്ന ആൾക്കാരാണ് കഷ്ടപ്പെടുന്നത്. പിന്നെ ഇവരുടെ വിഷമം പിന്നെ ആരും കാണുന്നില്ലല്ലോ. ഇപ്പം ആക്സിഡൻറ്റ് പറ്റുന്നു, നിങ്ങൾ കോടതി പൊക്കോളൂ, കോമ്പൻസേഷൻ ഫണ്ട് ഉണ്ടെന്ന് പറയുന്നത് വാർത്ത വിവാദം തീർന്നു. ഈ കേസിന് പോകുന്ന മനുഷ്യർ 5-10 കൊല്ലം MSCT കോടതി പോയി കഷ്ടപ്പെടുന്നത് പിന്നെ വാർത്തയല്ല, അവർ പിന്നെ നക്കാപ്പിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ലല്ലോ. നിയമ പോരാട്ടത്തിനേക്കാൾ ഉപരി ജനകീയ പോരാട്ടമാണ്. ഞങ്ങൾ ഒരു ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബസ്സിൽ കയറുന്ന ഓരോ യാത്രക്കാരനും കണ്ടക്ടറോടും ഡ്രൈവറോടും ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ഈ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടാൽ ഞങ്ങൾക്ക് ക്ലെയിം കിട്ടാൻ എന്താണെന്ന് ചോദിക്കുന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവർ കാണിച്ചില്ല, എന്ത് ചെയ്യാൻ പറ്റും? കാണിച്ചില്ലെങ്കിൽ അല്ല, സ്വാഭാവികമായിട്ടും ജനം പ്രതികരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വരുമല്ലോ. ആ രീതിയിൽ അല്ലാതെ അവരെ നമുക്ക് കൈയേറ്റം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ അങ്ങനെ അങ്ങനെ ഈ പറയുന്ന ഒരു കാർഡ് ക്യാമ്പയിനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ബസ്സിൽ കയറി സംസാരിക്കുന്ന രീതിയിൽ അത്തരം ക്യാമ്പയിനുകളൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ്. ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ എത്തട്ടെ. തീർച്ചയായിട്ടും. വളരെ സന്തോഷം. താങ്ക് യു.